ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 284 വെബിനാറിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 2025 വർഷം കഴിയുവാനായിട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. 2026 വരവേൽക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഏവർക്കും പുതുവത്സരത്തിന്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും നന്മകളും പ്രാരംഭമായിട്ട് നേർന്നുകൊള്ളട്ടെ. കഴിഞ്ഞ ഒരു വർഷവും ദൈവകൃപയാൽ യാതൊരു മുടക്കവും കൂടാതെ ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ വെബിനാറുകൾ എല്ലാ ശനിയാഴ്ചയും നടത്തുവാനായിട്ട് ദൈവം തമ്പുരാൻ കൃപ ചെയ്തു. വൈവിധ്യമാർന്ന വിഷയങ്ങൾ നമ്മൾ കേൾക്കുകയും അതുപോലെ തന്നെ നമ്മൾ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അപ്രകാരം നമ്മുടെ ശനിയാഴ്ചകളിലെ സന്ധ്യകളെ വളരെ അനുഗ്രഹമാക്കി തീർക്കുവാനായിട്ട് ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ വെബിനാറുകൾ ഇടയായി എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ വെബിനാർ ആരംഭിക്കാൻ പോവുകയാണല്ലോ. പ്രാരംഭ ഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. ഇന്ന് നമുക്ക് വേണ്ടി പ്രാരംഭ ഗാനം ആലപിക്കുന്നത് ശ്രീ സക്കറിയ മാത്യു ആണ്. സക്കറിയ മാത്യു ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വെബിനാറിൽ ഗാനം ആലപിക്കുന്നത്. അദ്ദേഹം നോർത്ത് അമേരിക്കയിലെ നോർത്ത് കരോളിനയിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. നോർത്ത് കരോളിന മാർത്തോമ ഇടവക അംഗമാണ്. ഇടവക ഗായക സംഘത്തിലെ ഒരു സജീവ അംഗമാണ്. അടുത്ത കാലത്താണ് അദ്ദേഹം നോർത്ത് കരോളിനായിട്ട് കുടുംബമായി താമസമായത്. അതിനു മുമ്പ് ബാംഗ്ലൂർ ആയിരുന്നു. ശ്രീ സക്കറിയ മാത്യു അനേകം ക്രൈസ്തവ ഗാനങ്ങൾ രചിക്കുകയും അതുപോലെ തന്നെ അതിന് സംഗീതമൊക്കെയും നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ DSMCയുടെ പുൽക്കൂട്ടിൽ പൂക്കാലം എന്ന ക്രിസ്മസ് സംഗീത പരിപാടിയിൽ അദ്ദേഹം രചിച്ച് സംഗീതം നൽകിയ ഗാനങ്ങളൊക്കെയും വന്നിട്ടുള്ളത് നമുക്ക് ഒത്തിരിയധികം സന്തോഷം നൽകുന്നുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പ്രാരംഭ ഗാനം ആലപിക്കുവാനായിട്ട് എത്തിയുള്ള സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് അദ്ദേഹം നമ്മൾക്ക് വേണ്ടി പാടുന്നത് അദ്ദേഹം തന്നെ രചിച്ച് സംഗീതം നൽകിയ മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ഗാനമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടു കൂടി ശ്രീ സക്കറിയ മാത്യുവിനെ പ്രാരംഭ ഗാനത്തിന് വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. രാജരാജന എഴുന്ന പൈതലിൻ ശുഭമംഗളാത്മഗീതി പാടിടാ. ഈണം താളം മധുര മനോഹര തമ്പുരുനാദം അലയൊലിയായി. ഈണം താളം മധുര മനോഹര തമ്പുരുനാദം അലയൊലിയായി. പൂന്തേ പൊന്മണി വീണയേ വന്നു വാടിയേ. ഉന്നതനി ഭൂവിൽ വന്നു ഈ സുദിനം ദേവകുമാരൻ. ഉന്നതനി ഭൂവിൽ വന്നു ഈ സുദിനം ദേവകുമാരൻ. പാവനനീശനെ വാഴ്ത്താം, മണ്ണിൽ ശാന്തിയേകിടാം. താഴ്വാരങ്ങളിലൂടെ പ്രിയനായി പോയിടാ. നിൻ വചനാമൃതസാരം മാലോകർക്കിയെ നൽകാം. പുൽമണിമേട്ടിൽ ജാതമായ അതിശയ സുവിശേഷം പൂന്തേ പൊന്മണിവീണയേ
പൊന്മണി വീണ വന്നു വാടിക്കേ ഉന്നതനി ഭൂവിൽ വന്നു ഈ സുദിനം ദേവകുമാരൻ ഉന്നതനി ഭൂവിൽ വന്നു ഈ സുദിനം ദേവകുമാരൻ പ്രകാശിതമാക്കും തിരുനാമഘോഷണം പൊന്നൊളി വിരിയും നാളിൽ മുദമായി കീർത്തനം നിൻ പുതുവചനം നിറവായി ഒളിയായി മാനവ ഹൃദയേ പുളകിതമായി വാനലോകം അവനിയതിൽ സുതനായി ഈ പാരിൽ രാജരാജനായി എഴുന്ന പൈതലിൻ ശുഭമംഗളാത്മഗീതി പാടിടാ ഈണം താളം മധുര മനോഹര തമ്പുരുനാദം അലയൊലിയായി ഈണം താളം മധുര മനോഹര തമ്പുരുനാദം അലയൊലിയായി പൂന്തേ പൊന്മണി വീണയിൽ വന്നു വാടിയേ ഉന്നതനി ഭൂവിൽ വന്നു ഈ സുദിനം ദേവകുമാരൻ ഉന്നതനി ഭൂവിൽ വന്നു ഈ സുദിനം ദേവകുമാരൻ. താങ്ക് യു ശ്രീ സക്രിയ മാത്യു. വളരെ മനോഹരമായിട്ടുള്ള ഗാനം, പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ സന്ദേശം ഉൾക്കൊണ്ടുള്ള വരികളും അതുപോലെ തന്നെ വളരെ നല്ല കേൾക്കുവാനുഭവമുള്ള സംഗീതവും. ഒത്തിരി സന്തോഷമുണ്ട്. തുടർന്നും സക്രിയയുടെ ഗാനം നമുക്ക് ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ വേദികളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് പ്രാരംഭ ഗാനം പാടിയുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദിയും സന്തോഷവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമുക്ക് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശ്രീമതി സൂസന്ന സാജൻ മാഡമാണ്. മുമ്പും നമ്മുടെ വെബിനാറുകളിലെ പലവട്ടം പ്രാർത്ഥന നിർവഹിച്ചിട്ടുണ്ട്. മുൻപ് മുംബൈ വാശി സെന്റ് പോൾസ് മാർത്തോമ ഇടവകമായിരുന്നു. എന്നാൽ ഇപ്പോൾ പാണ്ടനാട് സെന്റ് മത്യാസ് മാർത്തോമ ഇടവക അംഗമാണ്. നമ്മുടെ കോട്ടയം വൈദിക സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പളും അതുപോലെ തന്നെ മാർത്തോമ സഭയിലെ പ്രഗത്ഭ വൈദികനുമായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ KC മാത്യു ആനിക്കാട് അച്ഛൻ്റെ മകളാണ്. മുമ്പ് വാശി സെന്റ് പോൾസ് മാർത്തോമ ഇടവക അംഗമായിരുന്നപ്പോൾ ഇടവകയുടെ സെക്രട്ടറി ആയിട്ട് 2 വർഷക്കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഭയിലെ വിവിധ സംഘടനകൾക്കൊക്കെയും വളരെ നല്ല രീതിയിലുള്ള നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇന്ന് പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണം സ്വീകരിച്ചുള്ള സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഏവരുടെയും പേരിൽ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീമതി സൂസന്ന സാജൻ മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സന്ധ്യയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഈ ലൈറ്റ് ടു ലൈറ്റൺ ഫോറത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു ചേരുന്നതിന് അനുഗ്രഹിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും വ്യക്തികളായും കുടുംബമായും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ആഗ്രഹിച്ചിട്ടും വരുവാൻ ഇതിൽ സംബന്ധിക്കുവാൻ സാധിക്കാത്തവരോർത്തും പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിൻ്റെതായ സന്തോഷവും സ്നേഹവും പ്രത്യാശയും എന്ന മഹാദാനങ്ങളെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഈ മഹാദാനങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ഓരോ ദിവസവും കർത്താവെ ഓർക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ക്രിസ്മസ് ഒരു വെറും ആഘോഷമായി മാത്രം തീരാതെ ഈ അലങ്കാരങ്ങളൊക്കെ നീങ്ങിയ ശേഷവും കർത്താവെ അങ്ങയുടെ സ്നേഹത്തെ മറ്റുള്ളവർ പങ്കിടുവാൻ ഞങ്ങൾക്ക് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ ഒരു വർഷം കർത്താവെ അവസാനിക്കുന്നു. കഴിഞ്ഞൊരു വർഷം കർത്താവെ ഓരോ ദിവസവും ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവെ പുതിയ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ ഉള്ള നല്ല വിവേകവും ജ്ഞാനവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുപോയ കുറവുകളെ ഒക്കെ ക്ഷമിച്ച് പുതിയ വർഷം കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്ന ജോസഫ് ചാക്കോ സാറിനോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനിൽ കൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളും ആദർശങ്ങളൊക്കെ ആശയങ്ങളൊക്കെ കർത്താവെ ഞങ്ങൾക്ക് പുതിയ വർഷം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും പ്രായോഗികമാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലൈറ്റ് ടു ലൈറ്റ് ഫോറത്തിലെ കർത്താവെ ഞങ്ങളൊരു കൂട്ടമായി ഏകീകരിക്കുവാൻ ഇടയാകണമേ. പരസ്പരം സ്നേഹിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെ ഈ ഫോറമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫോറത്തിന് നേതൃത്വം നൽകുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ വെബിനാറിൽ ആദ്യോടന്തം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേട്ട് ഉത്തരം അരുളണമേ. ആമേൻ. താങ്ക് യു സൂസന മാഡം. വളരെ അനുഗ്രഹീതമായ പ്രാർത്ഥനയായിരുന്നു. ദൈവനാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ഇന്നത്തെ വെബിനാറിൽ നമ്മൾ വളരെ അർത്ഥവത്തായ ഒരു വിഷയമാകുന്നുവല്ലോ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രതീക്ഷയോടെ പുതുവർഷത്തെ വരവേൽക്കാം എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് കേൾക്കുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ വെബിനാറിന്റെ മോഡറേറ്റർ ആയിട്ടിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ അഡ്മിന്മാരിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ശ്രീ വിൽസൺ കരിമന്നൂർ സാറാണ്. വിൽസൺ കരിമന്നൂർ സാറ് തന്നെയാണ് ഇന്നത്തെ വെബിനാറിൽ മോഡറേറ്റർ ആയിട്ടിരിക്കുവാൻ അർഹനായിട്ടുള്ളത്. കാരണം ഇന്ന് നമുക്ക് പ്രഭാഷണത്തിന് നേർ നൽകുന്ന പ്രിയപ്പെട്ട അപ്പു ജോസഫ് സാറും അതുപോലെ തന്നെ വിൽസൺ കരിമന്നൂർ സാറും തമ്മിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദം അത് പറഞ്ഞറിയിക്കുവാൻ വയ്യാത്ത രീതിയിലുള്ളൊരു സൗഹൃദമാണ്. അതുകൊണ്ട് സാറ് തന്നെ ഇന്ന് മോഡറേറ്റർ ആയിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിൽസൺ കരിമന്നൂർ സാറിനെ പറ്റി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാൽ ആരെങ്കിലും പുതുതായിട്ട് ഇന്ന് വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറം ഇന്ന് 284 വെബിനാർ നടത്തുകയാണെങ്കിൽ അതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ വിൽസൺ കരിമന്നൂർ സാറാണ്. സാറിൻ്റെ ഒരു വെബിനാർ ക്രമീകരിക്കുക എന്നുള്ളത് എത്രയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ യാതൊരു മുടക്കവും കൂടാതെ കഴിഞ്ഞ 5 വർഷക്കാലമായി വെബിനാറുകൾ വളരെ ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നത് സാറിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. സാറ് വളരെ ചെറുപ്പത്തിൽ തന്നെ മാർത്തോമ സഭ കൗൺസിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന എല്ലാ ജോലിയും 100% ആത്മാർത്ഥതയോടുകൂടി സാറ് ചെയ്യും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾക്ക് ഉടമയാണ്. അതുപോലെ തന്നെ സാറിൻ്റെ സമയം മുഴുവനും ഇപ്രകാരമുള്ള പരിപാടികൾക്ക് വേണ്ടി സാറ് പ്രയോജനപ്പെടുത്തുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. സാറ് ഒരു യൂട്യൂബ് വ്ളോഗറാണ്. അതുപോലെ തന്നെ കാലിക പ്രാധാന്യമുള്ള പല കാര്യങ്ങളെ പറ്റിയും വളരെ വ്യക്തതയോടുകൂടി അത് പഠിച്ചൊക്കെയും എഴുതുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെയും സാറിൻ്റെ എഴുത്തുകളൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന എഴുത്തുകളായി മാറാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ വിവിധ സംഘടനകൾക്ക് വളരെ നല്ല രീതിയിലുള്ള നേതൃത്വം സാറ് നൽകി വരുന്നു. ഇപ്പോൾ സഭയുടെ വികസന സമിതിയുടെ മുംബൈ ഡയസിസിന്റെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സാംസ്കാരിക മേഖലകളിലും സാറിൻ്റെതായിട്ടുള്ള കയ്യൊപ്പുണ്ട്. മുംബൈ ONGC മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അങ്ങനെ അസോസിയേഷൻ പരമായും വളരെയധികം പ്രവർത്തനങ്ങൾ സാറ് ചെയ്യുന്നുണ്ട്. അതുപോലെ മലയാളം മിഷന്റെ ഒരു പ്രവർത്തകനാണ്. അങ്ങനെ വിവിധ രീതിയിൽ സാറിന്റെ സമയമൊക്കെയും സമൂഹത്തിന് ഉപയോഗത്തക്ക രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. മുംബൈ നവജീവൻ ട്രസ്റ്റിന്റെ ട്രസ്റ്റിയായിട്ട് സാറ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ മീറ്റിംഗിലെ വെബിനാറിൽ സാറ് മോഡറേറ്റർ ആയിരിക്കുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സാറിനെ ഇന്നത്തെ ഈ വെബിനാറിന്റെ മോഡറേറ്റർ ആയതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. ബഹുമാനപ്പെട്ട അപ്പു ജോസഫ് സാറ്, ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാര്, മറ്റ് വിശിഷ്ട വ്യക്തികള്, നമ്മളുടെ മീറ്റിംഗിൽ സ്ഥിരമായി സംബന്ധിക്കുന്നവരും ആദ്യമായിട്ട് വന്ന വ്യക്തികളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രത്യേകിച്ച് എന്നെപ്പറ്റി വളരെ വാചാലമായി സംസാരിച്ച ബെന്നി സാറിനോട് പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം നന്ദി പറയുന്നു. ഏവർക്കും ഒരു ക്രിസ്മസിന്റെ ആശംസകൾ. ക്രിസ്മസ് 25-ാം തീയതി ആയിരുന്നെങ്കിൽ പോലും നമുക്കൊക്കെ ഈ ക്രിസ്മസ് കാലഘട്ടമാണ്. ഐശ്വര്യവും മനോഹരവുമായ ഒരു ക്രിസ്മസ് ആശംസ നേരുന്നു.
അതുപോലെ തന്നെ കടന്നു വരുന്ന പുതുവത്സരത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം പുതുവത്സരത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും അത് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ മോഡറേറ്റർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു രീതി സ്വാഗതം ചെയ്യുന്ന ആളെന്നേ ഉള്ളൂ. അതിനർത്ഥം പേര് വലിയ മോഡറേറ്റർ എന്നൊക്കെ ആണെങ്കിലും കാര്യം അത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് ഈ സമയം അപ്പു ജോസഫ് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്ന അവിവേകമാണെന്ന് അറിയാം. കാര്യം അദ്ദേഹത്തിനെ എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും ഒരു പ്രോഗ്രാമില് സ്വാഗതം ചെയ്യുന്നത് പ്രോഗ്രാമിന്റെ ഭാഗമായതിനാല് ഞാൻ ആരെങ്കിലും പുതിയതായിട്ട് അദ്ദേഹത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനകരമാകട്ടെ എന്ന് കരുതി ഞാൻ അന്ന് ചുരുക്കി പറയാം. അപ്പു ജോസഫ് സാറ് ഫെഡറൽ ബാങ്കില് 26 വർഷം ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. അതിനുശേഷം ആ ജോലി സമയത്ത് അതിന്റെ ഈ വിദേശ NRIകളുടെ ഈ ഗ്രൂപ്പിന്റെ ബിസിനസ് തലവനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് നല്ലൊരു സംഘാടകനായിരുന്നു. അതുകൊണ്ട് ഫെഡറൽ ബാങ്കിന്റെ ഓഫീസേഴ്സ് അസോസിയേഷന്റെ നാഷണൽ പ്രസിഡന്റ് ആയിരുന്നു. സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ല, നാഷണൽ പ്രസിഡന്റ് ആയിരുന്നു. 29 വർഷം സർവീസ് കഴിഞ്ഞ് അദ്ദേഹം നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുവാനായിട്ട് പ്രചോദനം നൽകുന്ന മോട്ടിവേഷൻ ട്രെയിനറായിട്ട് മാറി. ജീവിത വിജയ പരിശീലകൻ, ജീവിത ഉപദേഷ്ടാവ്, മെമ്മറി ടെക്നിക്ക് പരിശീലകൻ, സാമ്പത്തിക ഉപദേഷ്ടാവ്, വുമൻ റിസോഴ്സ് കൺസൾട്ടന്റ്, ചാനൽ പാനലിസ്റ്റ്, സ്പോർട്സ് കമന്റേറ്റർ തുടങ്ങി കൈവെക്കാത്ത ഒരു മേഖലയില്ല. എല്ലാ കാര്യത്തിലും വളരെ അധികം കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. മലയാള സിനിമയിലെ ഒരു ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു തന്മാത്ര എന്ന് പറയുന്ന സിനിമ. അതിനകത്ത് PTA സെഷനില് നായകൻ മോഹൻലാൽ ഒരു മെമ്മറി ടെക്നിക്കിനെ സിറ്റുവേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ് ആ ചിത്രത്തിന്റെ സംവിധായകനായ ബ്ലെസ്സി സാറിന് വേണ്ടി നമ്മുടെ അപ്പു ജോസഫ് സാറാണ് അത് അറേഞ്ച് ചെയ്തത്. അത് കേരളത്തിലെ മിക്കവാറും എല്ലാ പത്രങ്ങളിലൊക്കെ വന്ന കാര്യമാണ്. അത് ആ കഴിവിന്റെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അന്നു മുതൽ അദ്ദേഹം പറഞ്ഞ ആ പോയിന്റ് ഞാൻ അദ്ദേഹത്തിന്റെ പല മെമ്മറി ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു ടെക്നിക്കാണ്, എന്തെങ്കിലും ഒരു വിഷയം അതുമായിട്ട് ബന്ധപ്പെടുത്തി വേറെ ഒരു ഓർക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെടുത്താമെങ്കിൽ നമ്മൾ ആ വിഷയം മറക്കത്തില്ല. അതുകൊണ്ട് ഞാൻ തന്മാത്ര എന്ന പേര് കേൾക്കുന്ന ഉടനെ ഞാൻ ഓർക്കും അപ്പു ജോസഫ് സാർ. നേരെ തിരിച്ചും ഉണ്ടാവും. അങ്ങനെ ഓരോ സാഹചര്യത്തിലും വളരെ ഭംഗിയായിട്ട് എനിക്ക് അദ്ദേഹത്തിനെ എൻ്റെ ഒരു സ്വന്തം കൂടപ്പിറപ്പ് പോലെ ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ വലിയ തിരക്കുള്ള സമയം നിർബന്ധിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി വന്നത്. കാരണം കഴിഞ്ഞ വർഷം പുതുവർഷ ആരംഭത്തില് നമ്മുടെ പ്രഭാഷണം നടത്തിയ അപ്പു ജോസഫ് സാറ്, അത് എനിക്ക് ഒരു താല്പര്യമുണ്ടായിരുന്നു അന്നും ഇന്നും. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ചിന്തകളോടുകൂടി, നല്ല പ്രചോദനമായ ചിന്തകളോടുകൂടി മോട്ടിവേറ്റ് ചെയ്യപ്പെടണം നമ്മുടെ ആൾക്കാര്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം നെഗറ്റീവ് ആവും. എന്നാൽ പോലും പോസിറ്റീവ് തിങ്കിങ്ങുമായിട്ട് നമ്മൾ മുന്നോട്ട് വേണം പുതിയ വർഷം ആരംഭത്തിൽ നിന്നുള്ള ഒരു താല്പര്യമാണ്. അതുകൊണ്ട് ഞാൻ അപ്പു ജോസഫ് സാറിന്റെ വലിയ തിരക്കിനിടയിൽ ഇപ്പം തന്നെ അദ്ദേഹം ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷമാണ് പ്രവേശിക്കാൻ സാധിച്ചത്. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ ഇന്നത്തെ യോഗത്തിന് കൊണ്ടുവരണമെന്ന് വലിയൊരു താല്പര്യമായിരുന്നു. അതനുസരിച്ച് ഞാൻ ക്ഷണിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്നവർ ഇന്ന് ഈ ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും തിരക്ക് കൊണ്ട് ആൾക്കാരുടെ എണ്ണം കുറവാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ആദ്യമൊക്കെ അപ്പു ജോസഫ് സാറിന്റെ പ്രോഗ്രാം ഫസ്റ്റ് നമ്മൾ നടത്തിയപ്പോൾ ഫുൾ കോറമായിരുന്നു, 100-ൽ 100 എന്നാൽ ഇന്ന് കുറവാണെങ്കിൽ പോലും വന്നവർക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മളെ മൊബൈൽ ഫോണ് നമുക്ക് വളരെയധികം ഉപയോഗിക്കാൻ സാധിക്കുന്ന സാധനമാണ്. അതിനകത്ത് നമ്മൾ വീഡിയോ കാണും, പാട്ട് കേൾക്കും, സംസാരിക്കും, ഫോട്ടോ എടുക്കും, എല്ലാം ചെയ്യും. ഇതെല്ലാം ചെയ്യണമെങ്കിൽ അത് ചാർജ് ചെയ്ത് ബാറ്ററി ചാർജ് ആയിരുന്നാൽ മാത്രമേ അത് ചെയ്യുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ.
ബാറ്ററിയുടെ ചാർജ് പോയ ഒരു മൊബൈൽ ഫോൺ എന്തിനു കൊള്ളാം? ഞാൻ എപ്പോഴും മനുഷ്യരായ നമ്മളെ പറ്റി അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് ചാർജ് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. ഞാൻ എപ്പോഴും മോട്ടിവേഷൻ പ്രഭാഷണങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ വലിയ അച്ചീവ്മെന്റുകൾ എനിക്ക് പേഴ്സണൽ ലൈഫിലുണ്ടാവും. ശിവക്കേട എന്ന് പറയുന്ന ആളിന്റെ യു ക്യാൻ വിൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ ഒരു 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അവിടെ വെച്ച് ഞാൻ വായിച്ചു. പുസ്തകം വായിച്ചതിന്റെ പ്രേരണയാൽ ഞാൻ വലിയൊരു അച്ചീവ്മെന്റ് അത് കഴിഞ്ഞ് പുറത്തു വന്ന് എനിക്ക് നേടുവാൻ സാധിച്ചു. അത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യപ്പെടണമെന്ന് നിർബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളും ആ രീതിയിൽ ചാർജ് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. ഇന്ന് എനിക്ക് വേണ്ടിയും ഈ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ചാർജ് ചെയ്യുവാനായിട്ടാണ് അപ്പു ജോസഫ് സാറിനെ ക്ഷണിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രഭാഷണത്തിനായിട്ട് സാറിനെ ലൈറ്റർ ടു ലൈറ്റർ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ ഹൃദയംഗമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇപ്പോൾ നമുക്ക് സാറ് പ്രതീക്ഷയോടുകൂടി പുതുവർഷത്തിനെ എങ്ങനെ വരവേൽക്കാമെന്നുള്ള കാര്യം പറഞ്ഞു തരുന്നതായിരിക്കും. സാർ ഇനിയും സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും എന്റെ നമസ്കാരം. ആദ്യമായിട്ട് എന്നെ പറ്റി നല്ല വാക്കുകൾ പറഞ്ഞു, അതിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതെനിക്കൊന്ന് 3ാമത്തെ തവണയാണ് ലൈറ്റ് ടു ലൈറ്റ് സ്റ്റഡി ഫോറത്തിൽ ഞാനും സംസാരിക്കാൻ അവസരം ലഭിക്കുന്നത്. അത് ജീവിതത്തിലെ ഒരു ധന്യ മുഹൂർത്തമായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ ജീവിതത്തിലെ എവറി എൻകൗണ്ടർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് എല്ലാ ഇന്ററാക്ഷൻസിലും നമുക്ക് പുതിയ അവസരം ലഭിക്കും. നമുക്ക് പ്രതീക്ഷയോടെ പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യാം. കൂടുതൽ പ്രതീക്ഷ ഉള്ളതുമായ ഒരു പുതിയ പാത നമുക്ക് സൃഷ്ടിക്കണം. കൂടുതൽ അനുകമ്പ, ദയ, കരുണയൊക്കെ കാണിക്കും. ഒരു പ്രതീക്ഷ നിറഞ്ഞ ഒരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കാം. നമ്മളെ വിൽസൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ ഉയർത്തുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും അവരുമായി നമ്മുടെ ജീവിത ബന്ധം ഉറപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും കൂടി ചെയ്യും. എല്ലാ ആളുകളും നമ്മളെ എൻകറേജ് ചെയ്യണമെന്നില്ല. നമ്മളെ എൻകറേജ് ചെയ്യുന്നവരും എന്നാൽ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പുറത്ത് പറയാതെ നമ്മളോട് താല്പര്യമുള്ള ആളുകൾക്കാണ്. ഈ പ്രത്യാശ എന്ന് പറഞ്ഞ ഒരു പകർച്ചവ്യാധിയാണ്. ആ പിന്തുണയ്ക്കുന്ന ബന്ധങ്ങളിൽ വളർത്തിയെടുക്കുമ്പോൾ അത് കൂടുതൽ ശക്തമാണ്. അപ്പോൾ നമ്മള് ലൈഫ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഇൻ ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ സക്സസ്ഫുൾ റിലേഷൻഷിപ്സ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ എത്രമാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നു? കഴിഞ്ഞ നമ്മളൊന്ന് പുറകോട്ട് നോക്കും. ഇനി 1-2 ദിവസങ്ങൾ കൂടി ഉണ്ടല്ലോ. ഈ 2025 നമ്മളുമായിട്ട് എത്ര പേര് നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ കുടുംബാംഗങ്ങളോ മക്കളോ പേരൻസോ ഇൻലോസോ ഒന്നും അല്ലാതെ, അല്ലെ കൊളീഗ്സ് അല്ലാതെ പുറത്ത് ആ കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള ആളുകൾ എത്ര പേര് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്? എത്ര പേര് നമ്മളോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്? അവരെയൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. ഞാൻ ബാങ്കിൽ നിന്ന് ഏതാണ്ട് 19 വർഷം മുമ്പ് റിട്ടയർ ചെയ്തപ്പം അവസാനത്തെ 6 മാസം ഞാനുമായി ബന്ധപ്പെട്ട ആളുകളെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതിൽ 75 പേരോളം ഉണ്ട്. അവരുമായിട്ട് ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നു. അവരുമായിട്ട് ഞാനൊരു ദിവസം 2 പേരെ വെച്ച് വിളിക്കാം. അപ്പൊ ഒരു മാസം നമ്മൾ ഏതാണ്ട് ഒരു 10, 60, 70 പേരെ വിളിക്കും. നമുക്കും 2 കോൾ ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ അധികം നിലനിർത്തി പോയി ഇപ്പൊ അത് കുറഞ്ഞ 10-15 പേരൊക്കെ ഉള്ളു നമ്മളെ സാധാരണ വിളിക്കുന്നതാണ്. അത് ഒരു 20 വർഷം കഴിഞ്ഞുണ്ടായ വ്യത്യാസം. അപ്പം പിന്നെ വേറെ പുതിയ കുറെ ആളുകൾ നമ്മളുടെ ബന്ധത്തിലേക്ക് വരും. അപ്പൊ നമ്മളെ ഒരു പുതിയ വർഷം എന്ന് പറയുന്നത്, പുതുവത്സരം എന്ന് പറയുന്നത് ഒന്നും എഴുതാത്തൊരു ബുക്കാണ്. ശൂന്യമായ പേജുകളുള്ള ഒരു ബുക്കാണ്. അപ്പൊ പുതുമയുള്ളതും ഒരുപാട് സാധ്യതകൾ നിറഞ്ഞതുമാണ്. അപ്പം നമ്മളുടെ കയ്യിലാണ് നമ്മളുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ എഴുതാനായിട്ടുള്ള പേനായിരിക്കും. പെൻ നമ്മുടെ കയ്യിൽ. ആ പെൻ നമ്മൾ ധൈര്യത്തോടെ പിടിക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ ആഴത്തിലുള്ള ലക്ഷ്യബോധവും അഭിമാനവും നമ്മളിൽ നിറയുന്ന ഒരു കഥ എഴുതുക, ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി എഴുതുക. അത് ഇന്ന് അതിനൊന്ന് പ്രോഗ്രാം ചെയ്യുക. 1-ാം തീയതി രാവിലെ ധൈര്യത്തോടെ എഴുതുക. എല്ലാവർക്കും എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ സ്റ്റോറി വേറെ ആരെഴുതാനായിട്ട്? നമ്മളുടെ സ്റ്റോറി നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്ന് കുറിക്കുക.
നമ്മൾ എന്തൊക്കെ ചെയ്യും? 2026 എന്തൊക്കെ ആയിരിക്കും? എല്ലാ വർഷവും ഡിസംബർ ജാനുവരി ആകുമ്പോൾ നമ്മളൊരു കുറെ തീരുമാനങ്ങൾ എടുക്കും. ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ന് മുതൽ എക്സസൈസ് ചെയ്യുക, അല്ലെ ഇന്ന് മുതൽ ജിമ്മിൽ പോകും, ഇന്ന് മുതൽ സൈക്ലിങ്ങിന് പോകും, അല്ലെ ഇന്ന് മുതൽ സ്വിമ്മിങ്ങിന് പോകും. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചിന്ത. പക്ഷെ 15 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ നിർത്തി. അപ്പൊ നമ്മള് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. നമ്മൾക്ക് നല്ല ചിന്തകൾ നൽകുന്ന ആളുകളെ നിർത്തുക. ദൈവത്തിന്റെ കയ്യിലെ ഒരു ദിവ്യ ഉപകരണമാണ് നമ്മൾ. യു ആർ എ ഡിവൈൻ ഇൻസ്ട്രുമെന്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ഓൾമൈറ്റി. അത് നമ്മൾ എപ്പോഴും ഓർക്കുക. നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് വളരെ പ്രത്യേകതരം, യുണീക്കാണ്, സ്പെഷ്യലാണ്, നമ്മൾ ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മുടെ ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ. നമ്മൾ ഓരോരുത്തരെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അക്കംപ്ലിഷ് ചെയ്യുന്നതാണ് ശരിക്കും നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ആളുകൾക്ക് ഒരു സക്സസ് പറഞ്ഞാൽ കുറെ പണം ഉണ്ടാക്കുന്നതോ, ഒരു ഫെയിം ആകുന്നതോ, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതോ, അതൊന്നും അല്ല ശരിക്കും സക്സസ്. യുവർ ടാലന്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് ആൻഡ് വാട്ട് യു ഡു വിത്ത് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ബാക്ക് ടു ഗോഡ്. എന്തെങ്കിലും ഒരു കഴിവെങ്കിലും തരാതെ ഭൂമിയിലോട്ട് ദൈവമാരെയും അയച്ചിട്ടില്ല മനുഷ്യർ. 1, 2, 3 കഴിവുകൾ കാണും. ആ കഴിവുകൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളതാണ് ദൈവത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. അതെപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മുടെ ഞാൻ എൻ്റെ കഴിവ് കണ്ടുപിടിച്ചത് ഏതാണ്ട് 51-ാമത്തെ വയസ്സിൽ. അതിനുശേഷം ഞാൻ പിന്നെ 2 വർഷം ബാങ്കിൽ ഇരുന്നിട്ട് ജോലി രാജിവെക്കുക. അപ്പൊ നമ്മളുടെ കഴിവുകൾ കണ്ടുപിടിച്ചിട്ട്, കോർ കോമ്പിറ്റൻസി കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ പെർസ്യൂ ചെയ്ത് അത് നമ്മുടെ പാഷനേറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് സക്സസ്ഫുൾ ആണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നില്ല. കണ്ടുപിടിക്കാത്തതാണ് നമ്മളുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മളൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തുക. എൻ്റെ കോർ കോമ്പിറ്റൻസി എന്താണ്, എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ കഴിവുകൾ എന്താണ്, ഇത് നമ്മൾ തന്നെ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ പ്രയാസമായിരിക്കും. പിന്നെ നമ്മുടെ ഫാമിലിയാണ് ഏറ്റവും വലിയ ശക്തി. നമ്മുടെ എല്ലാ കാലത്തും നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. അപ്പൊ പരസ്പരം സ്നേഹിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ദയയുള്ള വാക്കുകൾ സംസാരിക്കുകയും ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുകയും വേണേ ഒന്ന് ഹഗ്ഗിയൊക്കെ ചെയ്യണം. ഇതൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ടെൽ യുവർ ലവ് ആൻഡ് സ്പീക്ക് യുവർ ലവ് ആൻഡ് ടെൽ ദ പീപ്പിൾ യു ലവ് ദാറ്റ് യു ലവ് ദം വെരി മച്ച്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനു മുമ്പത്തെ ഈ ഫോറത്തിൽ പറഞ്ഞിട്ടുള്ള സെന്റൻസ് തന്നെ ഇപ്പൊ റിപ്പീറ്റ് ചെയ്തു. നമ്മൾ മലയാളികൾ മാത്രമേ ഉള്ളൂ അപ്പനോടോ അമ്മയോടോ മക്കളോടോ ഭാര്യയോടോ ഭർത്താവിനോടോ സ്നേഹമുണ്ടെന്ന് പറയാം. ബാക്കി ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടാൽ, ഏത് സിനിമ കണ്ടാലും അതിനകത്ത് വരും സൺ യു കം ഐ ലവ് യു എന്ന് പറയും. പക്ഷെ നമ്മുടെ മനസ്സിൽ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിലും പ്രകടിപ്പിക്കും, പക്ഷെ പറയാറില്ല. നമ്മൾ ഇത് പറയണം. ഇന്നിപ്പോ ഈ ഡിസംബർ 30-ന് മുമ്പ് നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനോട്, അല്ലെ ഭാര്യയോട് ഭർത്താവിനോടും മക്കളോടൊക്കെ ഒന്ന് സ്നേഹമുണ്ടെന്ന് പറയും. അപ്പൊ ഇത് ഒരു അൺകണ്ടീഷണൽ ലവ്, അതിരുകളും ഉപാധികളും ഇല്ലാത്ത സ്നേഹമാണ്. കണ്ടീഷൻ ലവ് അല്ല ഫാമിലി മെമ്പേഴ്സ്. ഞാൻ ഈ ഫാമിലിയെ പറ്റി പറയാനുള്ള കാരണം, ഫാമിലി റിലേഷൻഷിപ്പിന്റെ തീവ്രത കുറഞ്ഞ് ഫാമിലി ഒരു സ്ട്രോങ് ബോണ്ട് അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. തിരുവല്ലയില് കുടുംബ കോടതിയുണ്ട്, മാവേലിക്കരയിലും ഉണ്ട് കുടുംബ കോടതിയിൽ ധാരാളം കേസുകളുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങളുടെ ഇൻഫറൻസസ് നമുക്കുണ്ടാകാം. അവിടെ ഫാമിലിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നെവർ ഇഗ്നോർ യുവർ ലവ്ഡ് വൺസ്. ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അത് പറഞ്ഞു നീക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്രിസ്മസ് പീരീഡില് വീട്ടില് എല്ലാ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉള്ളപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിക്കുക, ഒന്ന് ഐഡിയാസ് ഒക്കെ തോട്ട്സ് ഒക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുക, ഒന്ന് എക്സ്പ്രസ് യുവർ ലവ്, ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ കരുതലും സ്നേഹവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബ ബന്ധങ്ങളിൽ എപ്പോഴും ഓർമ്മ. പിന്നെ നമ്മള് റെസ്പെക്ട് ദി അതർ പേഴ്സൺസ് പേഴ്സണാലിറ്റി. മറ്റു വ്യക്തിയെ നമ്മൾ
ബഹുമാനിക്കുക. എവരി വൺ ഡിസേർവ്സ് റെസ്പെക്ട്. അത് കൊച്ചു കുഞ്ഞാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും ഷോ റെസ്പെക്ട് ബൈ ലിസണിങ് ടു ഈച്ച് അതർ. അവരെ ഒന്ന് ശ്രദ്ധയോടൊന്ന് കേൾക്കാൻ തയ്യാറാകും. എല്ലാവരും ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഒരു മാന്യത അർഹിക്കുന്നുണ്ടെന്നും പരസ്പരം കേൾക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുക ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മാന്യത കാണിക്കുക ചെയ്യും. അവരുടെ അഭിപ്രായം കേൾക്കുക, അവരെ നമ്മൾ ഹിയറിംഗ് ഉണ്ട്. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെവി കൂടെ കയറി മറ്റേ ചെവി കൂടെ ഇറങ്ങി പോകുന്നതാണ്. ഹിയറിംഗ്, ലിസണിങ്, അണ്ടർസ്റ്റാൻഡിങ്, തിങ്കിങ്, ഇവാലുവേറ്റിംഗ്, റികളക്റ്റിംഗ്, റീകോളിംഗ്, എന്നിട്ട് വേണം നമ്മൾ അഭിപ്രായം പറയാൻ. അപ്പം ലിസണിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് സംസാരിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനം. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നു. നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നെ കേൾക്കുന്ന ഈ 50-ലധികം ആളുകൾക്ക് എനിക്കറിയാൻ വയ്യാത്ത 500 മുതൽ 1000 കാര്യങ്ങളെങ്കിലും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നിങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാര്യം ഇന്ന് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് 50-ലധികം പുതിയ കാര്യങ്ങൾ ഇന്ന് പഠിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ പരസ്പരം ശ്രദ്ധയോടെ കേൾക്കാൻ, വെറുതെ ഹിയറിംഗ് അല്ല, ലിസൺ ചെയ്യുക. ശ്രദ്ധയോടെ കേൾക്കുന്നവരായിട്ട് മാറുമ്പം റിലേഷൻഷിപ്പും സ്ട്രോങ് ആകും. നമുക്ക് സൊസൈറ്റിയിലും നമ്മുടെ ഫാമിലിയിലും ഒക്കെ നല്ല മാന്യത, റെസ്പെക്റ്റും ഉണ്ട്. പിന്നെ നമ്മൾ കോംപ്ലിമെന്റ് പീപ്പിൾ. അവരുടെ സ്ട്രെങ്ത്തിനെ നമ്മളൊന്ന് മാഗ്നിഫൈ ചെയ്യും. അവരുടെ ബലഹീനതകൾ നമ്മൾ വിളിച്ചു പറയുകയല്ല ചെയ്യേണ്ടത്. ആളുകളെ നമ്മൾ അഭിനന്ദിക്കുക, അവരുടെ ബലഹീനതകളെ അല്ല, അവരുടെ കരുത്തുകളെ, ശക്തികളെ നമ്മൾ വലുതാക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ അഭിനന്ദിക്കുകയും അവരുടെ ശക്തികൾ മനസ്സിലാക്കുന്നതിന് നമ്മളുടെ അവബോധം വളർത്തുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മൾ യുണീക്കാണ്. നമ്മളൊരു തനതായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നമ്മളെപ്പോലെ ഇന്നുവരെ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല. ഇനിയും കോടാനുകോടി വർഷം ഭൂമിയിൽ മനുഷ്യനുണ്ടാവുകയാണെങ്കിൽ നമ്മളെപ്പോലെ ഓരോരുത്തരെ പോലെ ഒരാൾ ഇനി ജനിക്കാനേ പോകുന്നു. അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ ഓഫ് ജീൻസ്, ക്രോമസോംസ് ആൻഡ് DNA. അപ്പൊ നിങ്ങൾ യുണീക്കാണെന്നും നിങ്ങളൊരു സ്പെഷ്യൽ പേഴ്സൺ ആണെന്നും നിങ്ങളൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നും മനസ്സിലാക്കി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിവുണ്ടാക്കുക, ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാക്കുക. ആൻഡ് ട്രൈ ടു കൾട്ടിവേറ്റ് യുവർ യുണീക്നെസ്. നമുക്ക് തന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നേക്കുന്ന താലന്തുകൾ നമ്മൾക്ക് മാത്രം നൽകിയതായതുകൊണ്ട് അത് വളർത്തേണ്ട ഡ്യൂട്ടി നമ്മളുടെ. അത് മറ്റുള്ളവരല്ല ചെയ്യുന്നത്. നമ്മളെ ചിലർ കണ്ടെത്തി തരുമായിരിക്കും, പക്ഷെ അത് വളർത്താനായിട്ട് നമ്മൾ ചെറിയ ചെറിയ ഇൻപുട്സ് ഡെയിലി കൊടുക്കുക. 2026 എല്ലാ ദിവസവും ഒരു 15, 20, 30 മിനിറ്റ്സ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന്, ലേണിംഗ് ന്യൂ തിങ്സ് ആൻഡ് അപ്ഡേറ്റിംഗ് സ്കിൽസ് ആൻഡ് നോളജ് അറ്റ് എവരി സ്റ്റെപ്പ് ഇൻ യുവർ ലൈഫ്. നമ്മൾ സാധാരണഗതിയിൽ മലയാളികളാണെങ്കിൽ മനോരമ പത്രം വായിക്കും, മലയാളം ന്യൂസ് ചാനൽസ് കേൾക്കും. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രമാത്രം പുതിയ അറിവും ഇൻപുട്സും കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. അതില്ലെങ്കിൽ ഈ കൊലപാതകവും പീഡനവും പിടിച്ചുപറിയും പൊളിറ്റിക്സും ശബരിമലയിലെ കൊള്ള ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വി ആർ നോട്ട് ലേണിംഗ് എനിത്തിങ് ന്യൂ. ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും നാനോ ടെക്നോളജിയും ലേണിംഗും മെഷീൻ ലേണിംഗിന്റെ ഒക്കെ യുഗത്തിൽ വി ഹാവ് ടു കീപ് അവേഴ്സെൽസ് അപ്ഡേറ്റഡ് ആൻഡ് അപ്ഗ്രേഡഡ്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പലപ്പോഴും എന്നെ കേൾക്കുന്ന ഒരു 60 വയസ്സിന് മുകളിലുള്ള പല ആളുകളും മൊബൈൽ ഫോൺസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ കൊച്ചുമക്കളെ ആയിരിക്കും ആശ്രയിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. യു ഹാവ് ടു ചേഞ്ച് അവർ ബിലീഫ് സിസ്റ്റം ആൻഡ് അവർ മൈൻഡ് സെറ്റ്. ഈ ലേണിംഗ് എന്ന് പറയുന്നത്, ലേണിംഗ് ഈസ് എ ട്രഷർ വിച്ച് ഫോളോസ് ഇറ്റ്സ് ഓണർ എവരിവേ. നമ്മുടെ ഇതിന്റെ പുതിയ കാര്യം നമ്മൾ പഠിച്ചാൽ നമ്മൾ ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചാൽ ഡ്രൈവിംഗ് ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ സൈക്ലിംഗ് പഠിച്ചാൽ സൈക്ലിംഗ് ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ സ്വിമ്മിങ് പഠിച്ചാൽ സ്വിമ്മിങ് ആരും എടുത്തോണ്ട് പറ്റില്ല. നമ്മളുടെ താഴ്മ, വിനയം, നമ്മളുടെ പെരുമാറ്റം ഒക്കെ നല്ലതാണെങ്കിൽ
ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത കാര്യങ്ങൾ പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ യു ആർ എ ചിൽഡ്രൻ ഓഫ് ഗാഡ്. കുറച്ചു കാലത്തേക്ക് മാത്രം. നമ്മുടെ മുൻജന്മത്തെ പറ്റി നമുക്കറിയത്തില്ല, നമ്മുടെ അടുത്ത ജന്മത്തെ പറ്റി നമുക്കറിയത്തില്ല. രണ്ട് അറിവില്ലായ്മയ്ക്കിടയിലെ കേവലം 60, 70, 80 വയസ്സുള്ള ചെറിയ കാലഘട്ടം മാത്രമാണ് നമ്മുടെ ജീവിതം. അപ്പൊ ഈ ജീവിതം നമുക്ക് നൽകിയേക്കുന്നത് ടു ലീവ് ടു ദ ഫുള്ളസ്റ്റ് എക്സ്റ്റെന്റ് പോസിബിൾ. പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് ദൈവം തന്ന താലന്തുകൾ ഉപയോഗിക്കുക, സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. യു വിൽ നോട്ട് ഗെറ്റ് ടൈം ഫോർ എവരിതിങ്. യു ഹാവ് ടു ഫൈൻഡ് ടൈം ഫോർ എവരിതിങ്. ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിപ്പം 19 വർഷം പൂർത്തിയാകും. ഞാനൊരു 4-5 മണിക്കൂർ എല്ലാ ദിവസവും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ഈ പ്രായത്തിൽ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നമ്മളുടെ ഒരു ട്രാക്കിൽ, നമ്മൾ ലേണിങ്ങിന്റെ ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അത് എന്ത് പഠിക്കണം, എന്ത് കേൾക്കണം എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കും. മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മൾ ചെയ്യണമെന്നില്ല. നമ്മളുടെ പാഷൻ എന്താണ്, നമ്മുടെ ലൈക്കിങ്സ് എന്താണ്, നമ്മളുടെ ഇൻട്രസ്റ്റ് എന്നാണ്, ഇത് അനുസരിച്ച് വേണം നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. ഒരു ദിവസം പോലും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാനായിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം 49 വയസ്സ് വരെ ബാങ്കിൽ ഇരുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും പഠിക്കാതെ ബാങ്കിങ് മാത്രം നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ 50 വയസ്സിന് ശേഷം ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒരു ലൈഫ് കോച്ചായിട്ടോ ട്രെയിനറായിട്ടോ പോകണമെങ്കിൽ യു ഹാവ് ടു ലേൺ സംതിങ് ന്യൂ. അത് ഈസി അല്ല. പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട് വേണം, മക്കളുടെ സപ്പോർട്ട് വേണം, വൈഫിന്റെ എൻകറേജ്മെന്റ് വേണം. ഇതൊക്കെ ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. അപ്പം രാത്രിയും പകലുമെല്ലാം വിജയത്തെ പറ്റി സ്വപ്നം കാണുക, വിജയം നമ്മളെ വലയം ചെയ്യുന്നത് കാണുക. അപ്പൊ നമ്മൾക്ക് കഴിവുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളെ ആർക്കും തടയാൻ പറ്റാത്തവരായി മാറുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ സുതാര്യത, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ വിനയം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എൻഷുർ ചെയ്യുക. ലെറ്റ് us be humble. We should be thankful to God for all the luxury and comforts. താഴ്മയോടുകൂടി ജീവിക്കുക. നമ്മളെ താഴ്മയൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു ന്യൂ ഇയറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വിനയാതീതരായിട്ട് തീരുക. എല്ലാവരെയും ഉൾക്കൊള്ളുക. നമ്മുടെ കോൺഗ്രിഗേഷനുള്ള എല്ലാവരെയും ഉൾപ്പെടുക, നമ്മുടെ കമ്മ്യൂണിറ്റിയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുക. റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മളൊന്ന് വെറുതെ ചിരിക്കുക. നമ്മുടെ പരിചയക്കാരെ, നാട്ടുകാരെ, അയൽക്കാരെ ഒക്കെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായത്. ഇതിനൊന്നും വലിയ പഠനത്തിന്റെ ഒന്നും ആവശ്യമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ നമുക്ക് ദൈവം ഇഷ്ടം പോലെ അവസരങ്ങൾ തരും. അത് ശരിയായിട്ട് ഉപയോഗിക്കുക. അവസരങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ആർ ഡിസ്ഗൈസ്ഡ് ആസ് ഇമ്പോസിബിൾ സിറ്റുവേഷൻസ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇതൊന്ന് പ്രത്യക്ഷപ്പെടുത്തും. പക്ഷേ ലിസൺ ടു ദ ഫെയിൻറ്റസ്റ്റ് സൗണ്ട്. ഓപ്പർച്യൂണിറ്റീസ് വിൽ നോക്ക് യുവർ ഡോർ ഓൺലി വൺസ്. നമ്മുടെ വീടിന്റെ വന്ന അവസരം ഒരിക്കൽ മുട്ടും, നമ്മൾ എടുത്തില്ലെങ്കിൽ അടുത്ത വീട്ടിലോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് കിട്ടുന്ന അവസരം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നീട് രണ്ടാമത് കിട്ടത്തില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു. ദൈവത്തിന് നിങ്ങളെ പറ്റി പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തിൽ ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമ്മളുടെ ഓരോരുത്തരുടെയും ശബ്ദം ദയയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ചെവികൾ കൊടുക്കേണ്ടത് കരുണ കേൾക്കാനായിട്ട്, നമ്മളുടെ കൈകൾ ദാനം നൽകാനായിട്ടാണ്, നമ്മളുടെ മനസ്സ് സത്യത്തിന് വേണ്ടി നിലകൊള്ളും, നമ്മളുടെ ഹൃദയം സ്നേഹത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഒരു 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, കണ്ടന്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഓഫ് ഫുൾഫിൽമെന്റ്, ഒരു പൂർണ്ണമായ ജീവിതം നമുക്ക് ലഭിക്കും.
പലപ്പോഴും നമ്മളുടെ ഭയം, ആകുല ചിന്തയും, നിരാശയും, പരാജയബോധവും, വെറുപ്പും, നിന്നയൊക്കെയാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. അത് ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ന്യൂസ് ചാനൽസിൽ നിന്നോ പത്രങ്ങളിൽ നിന്നോ മറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നെഗറ്റീവ് തോട്ട്സ് കിട്ടുമ്പോൾ യു ആർ വാട്ട് യുവർ തോട്ട്സ് ആർ. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മൾ. നമ്മൾ ചിന്തിക്കുന്ന നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ യു ആർ എ നെഗറ്റീവ് പേഴ്സൺ. നിങ്ങളുടെ അടുത്തോട്ട് ആരും വരത്തില്ല, നിങ്ങളുടെ വീട്ടിലോട്ട് ആരും വരത്തില്ല. ഇഫ് യു ആർ എ പോസിറ്റീവ് പേഴ്സൺ, പീപ്പിൾ വിൽ ഫ്ലോക്ക് ടു യു. നിങ്ങളുടെ അടുത്തോട്ട് ആളുകൾ വരും. നിങ്ങൾ ആരെയും വിളിക്കേണ്ട, നിങ്ങളുടെ അടുത്തെത്തും. അവിടെ നമ്മുടെ ശബ്ദം ദയയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കേൾക്കാനും, നേരത്തെ പറഞ്ഞ ലിസണിങ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കാനും ഒരു കരുണയ്ക്ക് വേണ്ടി ചെയ്യും. ഷെയറിങ് 50% ഷെയറിങ് ആണ്. രണ്ടുള്ളവൻ ഒന്നും കൊടുക്കണമെന്നാണ് ബൈബിൾ പറഞ്ഞത്. 50% ഷെയറിങ് ആണ്. 2 പെൻസിൽ ഉള്ളവർ 1 പെൻസിൽ ഒരാൾക്ക് കൊടുക്കണം. നമുക്കിതൊക്കെ അറിയാം. ആർ വി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ഫോർ ഓൾ ദ ലക്ഷറി ആൻഡ് കംഫർട്ട്സ്? നമുക്ക് 2025 ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ്, ഒരു നല്ല മനുഷ്യനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിവർത്തനപ്പെടുത്താൻ സാധിച്ചാൽ എത്ര ഭംഗിയായിരിക്കും, എത്ര സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ഡൈനിങ് ടേബിളിൽ വീട്ടിൽ സ്ഥിരമായിട്ട് ഒരേ സീറ്റിലായിരിക്കും. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് അറിയാതെ നിങ്ങളിരിക്കുന്ന സീറ്റിൽ കയറി ഇരുന്നാൽ നിങ്ങൾ അവിടെ നിന്ന് ചോറ് കഴിക്കുമ്പോൾ ഒന്നുകിൽ മോരോ അല്ലെങ്കിൽ സാമ്പാറോ ഒക്കെ ഇച്ചിരി ഒഴിക്കുകയോ താഴെ പോകുമോ, നിങ്ങൾക്കൊരു അൺകംഫർട്ടബിൾ ആണ്. കാരണം നിങ്ങളുടെ കംഫർട്ട് സോൺ ഞാൻ വന്ന് ബ്രേക്ക് ചെയ്യും. നാളെ മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ ഇരിക്കുന്ന ടേബിളിൽ നിന്നൊന്നും മാറി നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് തേക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും ഒക്കെ സ്ഥിരമായിട്ട് ഒരേ സ്റ്റൈലില്ല, ഒരു വ്യത്യാസമില്ല. ഇപ്പൊ പുരുഷന്മാരാണെങ്കിൽ പാൻസ് ഇടുമ്പോൾ ചിലർ ആദ്യം ഇടതേ കാലിടും, ചിലർ വലതേ കാലിടും. അത് സ്ഥിരമായിട്ട് നമ്മൾ അത് മാത്രമേ. ആൻഡ് ചേഞ്ച് ഈസ് ദ ഓൺലി കോൺസ്റ്റന്റ് തിങ് ഇൻ ലൈഫ്. ലോകത്തിൽ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമേ ഉള്ളൂ. നമ്മൾ പള്ളിയിൽ പോയാൽ സ്ഥിരം സീറ്റ്, മർത്തോമാക്കാർക്ക് സ്ഥിരം സീറ്റാണ്. ഞാൻ ഈയിടെ ഒരു ജേക്കബൈറ്റ് എൻ്റെ ഒരു ഫ്രണ്ടോട്, നിങ്ങളുടെ എങ്ങനെ സാറേ ഞങ്ങൾ പള്ളിയിൽ നിൽക്കുന്നത് തന്നെ സ്ഥലം തന്നെ സെയിം ആണെന്ന് പറഞ്ഞു. ഒരിക്കലും നമ്മൾ സീറ്റ് മാറും. പള്ളിയിലെ ഇപ്പൊ ആരാധന കേട്ട് നമ്മൾ പുറത്തിറങ്ങി നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന 3-4 പേരോട് സംസാരിച്ച് നമ്മൾ അങ്ങ് വീട്ടിൽ പോകും. നമ്മൾ പുതിയതായിട്ട് ആരുടെ അടുത്ത് സംസാരിക്കാറില്ല, സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് സംസാരിക്കാറില്ല. അതുപോലെ പള്ളി സാധാരണ പത്താസ് പള്ളി ഞാൻ പോയ പല കളിയിൽ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം, പള്ളിയിൽ ചെന്നാൽ നമ്മൾ ഏറ്റവും അറ്റത്തെ സീറ്റിൽ നമ്മൾ ഇരിക്കും, അകത്തോട്ട് കയറിയിരിക്കുന്നില്ല. വരുന്നവർക്കൊക്കെ നമ്മൾ കാല് മാറ്റി കൊടുക്കുക ചെയ്യും. ഇച്ചിരി വണ്ണമൊക്കെ തടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രയാസം. ഗിവ് സക്സസ് ടു അതേഴ്സ്, ലെറ്റ് ദം ബി മോർ കംഫർട്ടബിൾ. നമ്മുടെ കംഫർട്ട് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ അകത്തോട്ടൊന്ന് കയറി അറ്റത്തോട്ട് മാറിയിരിക്കും. അപ്പൊ പുറകെ വരുന്നവർക്ക് സൗകര്യമായിട്ടിരിക്കുകയാണ്. ഏതോ ജപ്പാനിലാണെന്ന് തോന്നുന്നു, കാറ് പാർക്ക് ചെയ്യുമ്പോൾ ആദ്യമേ ജോലിക്ക് വരുന്നവർ ഏറ്റവും ദൂരത്തിൽ കൊണ്ടുപോയി കാറ് പാർക്ക് ചെയ്യും. അവസാനം വരുന്നവർക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ അവർക്ക് പാർക്കിംഗ് കഴിഞ്ഞ് വരാൻ വേണ്ടി. നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പം നമുക്ക് നല്ല മുൻഗണന വേണം. റോഡിലുള്ള ബാക്കി എല്ലാ വാഹനങ്ങളും മാറണം എന്നുള്ളതില്ല. നമ്മൾ ഒരു പാർക്കിംഗ് സ്പേസ്, ഒരു കല്യാണത്തിന് പാർക്കിംഗ് സ്പേസിൽ പോയാൽ ഒരു സെക്യൂരിറ്റി നിൽക്കുന്ന അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് ഒരു കാറൊന്ന് മാറ്റിയിടാൻ പറഞ്ഞാൽ ഒരു 80% ആളുകൾ മാറ്റിയിടാറില്ല. അവരോട് വഴക്കുണ്ടാകും. ലെറ്റ് us ലേൺ ടു ബിഹേവ് ഇൻ പബ്ലിക് ലൈഫ്. നമ്മുടെ പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ ശരിയായി പെരുമാറാനായിട്ട് നമുക്ക്. കേരളത്തിലെ മലയാളികളുടെ കൂട്ടത്തിൽ ഏറ്റവും എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ് ഇതിനെ കേൾക്കുന്ന മെജോറിറ്റി ആളുകൾ. And we should teach our children to behave. വിദേശത്തൊക്കെ പോയിട്ട് നമ്മൾ മിസ്ബിഹേവ് ചെയ്ത് നമ്മുടെ ധാരാളം കുട്ടികൾ ബുദ്ധിമുട്ടാവും. നമ്മളോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല.
വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ അവിടുത്തെ പോപ്പുലേഷൻ ക്യൂ നിൽക്കുന്നവർ തമ്മിൽ നല്ല ഡിസ്റ്റൻസ് കാണും. അപ്പൊ നമ്മള് പ്രോപ്പറായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ മലയാളീസിനെ പറ്റി എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാനാണെങ്കിൽ ഒരു 600-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ. എന്നോട് ചോദിച്ചാൽ വി ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്, വി ആർ ലിറ്ററേറ്റ് എന്ന് പറയും. എഴുതാനും വായിക്കാനും അറിയാം. നമ്മൾക്ക് കുറെ കൂടെ നമ്മുടെ സംസ്കാരം വേണ്ടിയതാണ്, കുറെ കൂടെ നല്ലൊരു ബിഹേവിയർ പാറ്റേൺസ് വേണ്ടിയാണ്. അത് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. ഇതിനെ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുമ്പം പുറകിലിരിക്കുന്ന ഒരു ആദ്യം എഴുന്നേറ്റ് ഓടി ചില പള്ളികളിൽ. മുമ്പിലത്തെ ബെഞ്ചിൽ നിന്നുള്ളവർ ആ ഓർഡറിൽ പോയ എന്ത് കൺവീനിയൻസ്. അച്ഛന്മാർ എത്ര പറഞ്ഞാലും നമ്മളത് ചെയ്യത്തില്ല. എന്നെ തല്ലണ്ടമ്മോ, ഞാൻ നന്നാവത്തില്ലെന്നുള്ള ഒരു രീതിയാണ് നമുക്ക്. ഇപ്പൊ നമുക്ക് ഇംപ്രൂവ് ചെയ്യാവുന്ന ഒരുപാട് സ്കോപ്പ് നമ്മളുടെ പൊതുജീവിതത്തിലും നമ്മുടെ കോൺഗ്രിഗേഷനിലും ഒക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിട്ടൊന്നുമല്ല ഞാൻ ഇതേപ്പറ്റി പറയുന്നത്. എന്റെ ചില നിരീക്ഷണങ്ങൾ, ഞാനും ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും ചിലപ്പോൾ തെറ്റിക്കാറുണ്ട്. എങ്കിലും ട്രൈ ടു ബി ദ ബെസ്റ്റ്. നമ്മൾ തന്നെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ കല്യാണങ്ങളൊക്കെ ഇപ്പം കല്യാണത്തിന്റെ സേവ് ദ ഡേറ്റ്, പ്രീമാരിറ്റൽ ഫോട്ടോഷൂട്ട്, മാരേജിന്റെ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നത് ഈവന്റ് മാനേജേഴ്സ് ആണ്. പണ്ടൊക്കെ അച്ഛന്മാരും പള്ളിക്കാരും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. പള്ളി കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ചെണ്ട അടിച്ചുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിനകത്ത് ചെണ്ടയുമായിട്ട് വന്നിട്ട് ചെണ്ടയടിക്കും. സംതിങ് ഇസ് റോങ് വിത്ത് us. നമ്മുടെ പെൺമക്കളിൽ ഭൂരിപക്ഷം ആളുകളും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ലോകമെമ്പാടുമുള്ളൊരു സത്യമാണ്. മലയാളികൾ പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ. പുരുഷന്മാരാണെങ്കിൽ വിവാഹത്തെ ഭയക്കുന്നു. വിവാഹിതരാണെങ്കിൽ പോലും അവർക്ക് കുട്ടികൾ ആവശ്യമില്ല. വിവാഹമോചനം വളരെ ലളിതമായ ഒരു സംഭവമാണ് അവരെ സംബന്ധിച്ചത്. അവരിപ്പൊ പ്രിഫർ ചെയ്യുന്നത് ലിവിങ് ടുഗദർ ആണ് ഇഷ്ടം. ഞാൻ ഈ പറഞ്ഞതിനകത്ത് പലർക്കും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഇത് വിദേശത്തുള്ള എൻ്റെ സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതാണ്. 40-45 വയസ്സുള്ള നല്ല കമ്പനി എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള ലേഡീസ് ഒക്കെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പുരുഷന്മാർക്ക് വിവാഹത്തെ പേടിയാണ്. വിവാഹം കഴിച്ചാൽ കുഞ്ഞുങ്ങൾ വേണ്ട. ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ സംഭവമാണ്. അപ്പൊ യു ഹാവ് ടു ടീച്ച് വാല്യൂസ് ആസ് എ റെസ്പോൺസിബിൾ പേരന്റ്, ആസ് എ റെസ്പോൺസിബിൾ ഗ്രാൻഡ് പേരന്റ്. യു ഷുഡ് ഇംപ്രസ് അപ്പോൺ യുവർ ചിൽഡ്രൻ ദ നീഡ് ഫോർ ഫാമിലി റിലേഷൻഷിപ്സ്. അത് നമ്മൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഡിസ്കസ് ചെയ്യണം, അവരോട് ചോദിക്കണം. അതാ റിലേഷൻഷിപ്പ് നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ നമ്മൾക്ക് അത് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണെന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ ഇതല്ല നമ്മളുടെ നമ്മുടെ കല്യാണ വിരുന്നുകളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന എനിക്കത്. വിവാഹം എന്ന് പറയുന്ന 7ാമത്തെ കൂദാശ. പിന്നെ ഫ്ലാഷ് മോബ്, ഡാൻസ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈല്. എന്തിനാ? ശവസംസ്കാര ശുശ്രൂഷകൾ പോലും ഒരു സെലിബ്രേഷനായി മാറിയേക്കും. ഉദാഹരണം മല്ലപ്പള്ളി, ഇവിടുന്ന് 10-15 കിലോമീറ്റർ ദൂരെ, തിരുവല്ല എന്ന ദൂരെയുള്ള സ്ഥലം. മല്ലപ്പള്ളിയിൽ ഒരു ഫ്യൂണറൽ ഉണ്ടെങ്കിൽ അതിന്റെ ഫ്ലെക്സ് ബോർഡ് തിരുവല്ല ടൗണിൽ കൊണ്ടുവച്ചിരിക്കും. തിരുവല്ലക്കാർക്ക് ആർക്കും അറിയാൻ വയ്യാത്ത ഒരാളാണ്. കല്യാണത്തിന് മാത്രമല്ല ഇപ്പൊ കളർ കോഡ് ഉള്ളത്, ഫ്യൂണറലിനും ഇപ്പൊ കളർ കോഡുണ്ട്.
നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ, ആർ വി താങ്ക്ഫുൾ ടു ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ഫോർ ഓൾ ദ ലക്ഷറി ആൻഡ് കംഫർട്ട്സ് വി എൻജോയ്? സംതിങ് ഈസ് റോങ്. ഏറ്റവും സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചേക്കുന്ന ഒരു ഗ്രൂപ്പാണ്. വി ആർ മൂവിങ് അവേ ഫ്രം ജീസസ് ക്രൈസ്റ്റ്. ആർ വി അപ്ഹോൾഡിങ് ദ വാല്യൂസ് ഇൻ ലൈഫ്? പുതിയ തലമുറയ്ക്ക് അനുകരിക്കാനായിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. സ്മാർട്ട് സിറ്റിയും സ്മാർട്ട് ഫോണും സ്മാർട്ട് ചാറ്റും സ്മാർട്ട് ചീറ്റിങ്ങും ഒക്കെയാണ് ഇപ്പൊ. ഇതിന് ഈ ക്രിസ്മസ് കരോൾ പോലും ഒരു ആഘോഷമായി മാറി. യേശുക്രിസ്തുവിന്റെ ജനനം ലോകത്തിന് രക്ഷയുടെ പ്രത്യാശ നൽകുന്ന സെലിബ്രേറ്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. കാണുന്നവർക്ക് പുച്ഛമാണ്. നമ്മളുടെ പേരൻസിനെയൊക്കെ അടക്കത്തിന് കൊണ്ടുപോകുമ്പോൾ മൈക്ക് വെച്ച് റോഡ് നീളെ വലിയ ഒച്ചത്തിൽ പാട്ടു. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കളെ ശരിക്കും അന്വേഷിച്ചിട്ടുണ്ട്. ക്രിസ്മസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ മനുഷ്യനോടുള്ള അഗാധ സ്നേഹത്തിന്റെ സാക്ഷ്യമാണ്. ആൻഡ് വി സെലിബ്രേറ്റ് ക്രിസ്മസ് ഇൻ എ വേൾഡ്ലി വേ, വേൾഡ്ലി ഫാഷൻ. നമുക്കൊരു റീതിങ്കിങ് വേണം. നേരത്തെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ഇന്റർനെറ്റിന്റെയും ഡിജിറ്റൽ യുഗത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ വാല്യൂസ് നഷ്ടപ്പെട്ട ജീവിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഇതുവരെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, പേരൻസിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഗ്രാൻഡ് പേരൻസിന് വേണ്ടിയൊക്കെ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുണ്ട്, നിങ്ങൾക്കായി മാത്രം നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ പഠിക്കുക. ആൻഡ് ലേൺ ടു ലവ് യുവർസെൽഫ്. 2026 നിങ്ങൾ നിങ്ങളെ ഒന്ന് സ്നേഹിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻസിൻസിയറിറ്റി കാണിക്കുന്നത് നമ്മളോട് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകത്തില്ല, ഹോസ്പിറ്റലിൽ പോയാൽ മരുന്ന് മേടിക്കത്തില്ല, മരുന്ന് മേടിച്ച സമയത്തിന് കഴിക്കത്തില്ല. വി ആർ ഡൂയിങ് ഇൻജസ്റ്റിസ് ടു അവേഴ്സെൽസ്. ഈ 2026 നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക, കുറെ കൂടി ഒരു നല്ല വ്യക്തിയായി നമ്മൾ തന്നെ മാറാൻ ശ്രമിക്കുക. ഒരു ബെറ്റർ വേർഷൻ ഓഫ് അവേഴ്സെൽസ്. അപ്പൊ കുടുംബ ബന്ധം നല്ല ശക്തമാക്കുക. ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ബന്ധമാണ്. എന്ത് സംഭവിച്ചാലും, എന്ത് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും, അതെല്ലായ്പ്പോഴും നിങ്ങളുടെ കുടുംബം മാത്രമായിരിക്കും, വേറെ ആരുമില്ല. ഫാമിലി റിലേഷൻഷിപ്പ്, ഫാമിലി ബോണ്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ ഒന്നിച്ച് ചെലവഴിക്കുക, ഓർമ്മകൾ പങ്കുവെക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് യാത്രകൾ പോവുക. ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനായിട്ടിരുന്ന് ഞാൻ ധാരാളം ആളുകൾ ബാങ്കിൽ പണമിടും, പാസ്ബുക്ക് ഒക്കെ നോക്കും. എല്ലാ മാസവും മക്കൾ അയക്കുന്നതും അവരുടെ പെൻഷൻ കിട്ടുന്നതൊക്കെ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തേക്കുക. ഒരിക്കലും ഈ പണം എടുത്തുകൊണ്ട് പോകത്തില്ല. ഈ ഉപയോഗിക്കാത്ത പണത്തിന് പേപ്പറിന്റെ വിലയുള്ളൂ. The prosperity hold belong to God. And if you are not sharing the prosperity given to you by God, the prosperity to change hands, സമൃദ്ധി കൈമാറി. നമ്മുടെ സമൃദ്ധി നമുക്ക് തന്നേക്കുന്നത് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ കൂടിയാണ്. 10%. ഒരു പ്രതീക്ഷ നിറഞ്ഞ ഒരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഉയർത്തുകയും നമ്മളെ തിരിച്ചറിയുകയും നമ്മളുമായി മനഃപൂർവ്വം ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകളുമായിട്ട് അവരെ പിന്തുണയ്ക്കുന്ന
ബന്ധങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ കൂടുതൽ ശക്തമാകും. ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ടീച്ച് യുവർ ചിൽഡ്രൻ ടു അപ്ഹോൾഡ് വാല്യൂസ് ഇൻ ലൈഫ്. മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങളുടെ മക്കളെ അടുത്ത തലമുറയും പഠിപ്പിക്കുക. പിന്നെ വൈകാരികമായി നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ പഠിക്കും. ലേൺ ടു മാസ്റ്റർ യുവർ ഇമോഷൻസ്. ഇമോഷൻ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരികയും അതൊന്നും പാടില്ലേ. പ്രായമൊക്കെ അതിന് ഒരിക്കലും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിവ് തന്നിട്ടുണ്ട്. നിങ്ങൾ അർഹിക്കുന്നതിനേക്കാളും കുറഞ്ഞ ഒന്നിലും നിങ്ങൾ തൃപ്തരാണ്. നിങ്ങളുടെ മനസ്സിനോടൊന്ന് ദയ കാണിക്കുക. ഇത്രയൊക്കെ കാര്യം എനിക്ക് പറയാനായിട്ടുള്ളൂ. ദർ ഇസ് എ ഗോഡ് പാർട്ട് ഇൻ യു. നമ്മളുടെ ഓരോരുത്തരിലും ദൈവത്തിന്റെ ഒരു ഭാഗമുണ്ട്. ദർ ഇസ് എ ഗോഡ് പാർട്ട് ഇൻ യു. ദ കോൺഷ്യസ്നെസ്, നമ്മുടെ മനസ്സാക്ഷി, ദ പ്യൂർ സെൽഫ്. ആൻഡ് ലേൺ ടു ലിസൺ ടു ദാറ്റ് വോയിസ് ഓഫ് ദാറ്റ് പവർ. നമ്മുടെ ഹൃദയം നമ്മളോട് സംസാരിക്കും. നമ്മുടെ ബോധം, ശുദ്ധമായ ആത്മാവ് ആ ശബ്ദം കേൾക്കുക. ലിസൺ ടു ദ വോയിസ് ഓഫ് ദ ഹാർട്ട്. ഇങ്ങനെ ഒരു മനോഹരമായ ഒരു അവസരം നൽകിയ വിൽസനോടും ഈ ഗ്രൂപ്പിന്റെ എല്ലാ അഡ്മിന്മാരോടും എന്നെ ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. മൈ ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു വെരി മച്ച് അപ്പു സാർ. സാറ് പറഞ്ഞ പ്രധാനമായ കാര്യങ്ങള് നമുക്ക് ഈ പുതുവർഷത്തില് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സാറ് തുടങ്ങിയത് തന്നെ മറ്റുള്ളവരെ കേൾക്കുക, നല്ലൊരു കേൾവിക്കാരനാകണമെന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് തുടക്കമിട്ടത്. പിന്നെ നമ്മുടെയൊക്കെ പ്രശ്നം നമ്മള് പറയുക, മറ്റുള്ളവർ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ സാറ് വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറഞ്ഞു, നമ്മളെ ശ്രമിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിലൂടെ അറിവ് നേടുകയാണെന്നാണ് പറഞ്ഞത്. രണ്ടാമത് പുതിയ ആൾക്കാരെ രണ്ടാമത് കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കുക. ഒരു ശരിക്കും പറഞ്ഞാൽ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, നമ്മളൊക്കെ കോംപ്ലിമെന്റ് ചെയ്യാൻ വളരെ പിറകിലുള്ളവരാ. നമ്മള് പലപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്ന നന്മകളൊക്കെ കണ്ടിട്ട് നോക്കിയിരിക്കുന്ന ഒരു അഭിനന്ദന വാക്കുകൾ പോലും പറയാത്തവരാണ്. നമ്മുടെ ഈ 2026 നമ്മളെ ഒന്ന് മാറ്റിയെടുക്കട്ടെ. മറ്റുള്ളവരുടെ നന്മകളെ അഭിനന്ദിക്കുക, നമ്മൾ മറ്റുള്ളവരുടെ തിന്മകളെ ഇഗ്നോർ ചെയ്യുക, നന്മകളെ കാണുക. പിന്നെ നല്ല മനുഷ്യനാകാനാണ് പറഞ്ഞത്. നല്ല മനുഷ്യനായി കഴിയുമ്പോൾ എല്ലാം ഉണ്ട്. അതിനു മുമ്പ് അറിവ് നേടുന്ന കാര്യം പറഞ്ഞു. എനിക്ക് അപ്പു ജോസഫ് സാറിനോടുള്ള ഏറ്റവും വലിയ സ്നേഹം, സാറ് ഇപ്പോഴും പുതിയ പുതിയ കാര്യങ്ങള് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ്. ഒരിക്കൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, നാളുകൾക്ക് മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു, ChatGPT-യിലോട്ടൊന്ന് കയറണമെന്ന് പറഞ്ഞു. ഞാന് ChatGPT കേട്ടിട്ടുള്ള, അല്ലാതെ ഞാൻ അന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. സാർ പറഞ്ഞു, ഇപ്പം തന്നെ ChatGPT പോയി കാര്യങ്ങൾ മനസ്സിലാക്കണം, ലോഗിൻ ചെയ്യണം. ഇപ്പോഴേ എനിക്ക് നമുക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം, ഒരു പുതിയ സംഭവം പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് അതിനെ മുന്നോട്ട് പോകാൻ നമുക്ക് അറിയത്തില്ല. നമ്മൾ അത്രയും ശ്രദ്ധിക്കത്തൊന്നുമില്ല. പ്രത്യേകിച്ച് അല്പം പ്രായമുള്ളവരുടെ ഒരു പ്രശ്നം, പുതിയ ടെക്നോളജിയും പുതിയ കാര്യങ്ങളിൽ നിന്ന് എങ്ങനെയും അകന്നു നിൽക്കാമെന്ന് നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ ChatGPT-യുടെ സൈറ്റിൽ പോയി അന്നേരം ഞാനൊരു കാര്യം മനസ്സിലാക്കി. എൻ്റെ വീട്ടിലെ ChatGPT ഉപയോഗിക്കാത്ത ഏക വ്യക്തി ഞാനാ. എൻ്റെ ഭാര്യ ഉൾപ്പെടെ ബാക്കി എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അപ്പു സാറിൽ നിന്ന് അങ്ങനെ കേട്ടു. ഏതായാലും കൊള്ളാം, അന്ന് മുതൽ ഞാൻ ChatGPT ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, അറിവ് നേടുകയും അറിവ് പകരുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് നമ്മളോട് സംസാരിച്ചത്. സാറ് ഏറ്റവും കൂടുതൽ നല്ല മനുഷ്യനായിട്ട് പറഞ്ഞ സമയത്ത്, നല്ല മനുഷ്യനാകാൻ പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ ആവർത്തിക്കുന്ന പല കാര്യങ്ങളും നമ്മളൊരു കുറ്റബോധത്തോടു കൂടി കേട്ടിരുന്നതാണ്. ഒരു പക്ഷേ ബെഞ്ചിന്റെ ഒരു റോയിലെ അറ്റത്ത് വന്നിരിക്കുക, സ്ഥിരം സീറ്റിൽ പള്ളിയിലിരിക്കുക, ഇങ്ങനെ
പല കാര്യങ്ങൾ അച്ഛൻ കുർബാനയ്ക്ക് മുമ്പിൽ നിന്ന് ലൈനായിട്ട് വരണോ, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ലൈനായിട്ട് വരണമെന്ന് വരുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് ഇടയ്ക്ക് കയറുക. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളെ അതെല്ലാം ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മെ തന്നെ അവഗണിക്കുന്ന, രോഗം വന്നാൽ മരുന്ന് കഴിക്കാത്ത, മരുന്ന് വാങ്ങിച്ചാൽ അത് ഉപയോഗിക്കാത്ത, നമ്മളോട് തന്നെ ഏറ്റവും ഇൻജസ്റ്റിസ് ചെയ്യുന്ന കാര്യമൊക്കെ ഓർമ്മിപ്പിച്ചപ്പോൾ ഇതൊക്കെ സത്യമാണല്ലോ എന്ന് ഓർത്തുപോയി. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് ഓർത്തുപോയി. ഏതായാലും വളരെ സന്തോഷം, വളരെ നന്ദി. കൊച്ചു കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് പ്രത്യേകിച്ച് നന്ദി. ഇപ്പോൾ ചർച്ചയ്ക്കുള്ള സമയമാണ്. നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ കൂടെ ഹാൻഡ് റൈസ് ചെയ്യുക. ചിലർക്ക് അങ്ങനെ ഹാൻഡ് റൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് ചാറ്റ് ബോക്സിൽ പേര് എഴുതിയിട്ടാൽ മതി, അതനുസരിച്ച് നമ്മൾ വിളിക്കുന്നതായിരിക്കും. അതിനു മുമ്പേ അടുത്ത ശനിയാഴ്ച ഇതേ സമയത്ത് ഇതേ രാത്രി 8:30 ഇതേ പാസ്വേഡും ഇതേ ലിങ്കുമാണ് നമുക്ക് നമ്മുടെ വെബിനാർ ഉണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പുറകെ വാട്സപ്പ് മുഖാന്തരം അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും മറ്റൊരു വിഷയമായിട്ട് അടുത്ത ശനിയാഴ്ച നമ്മൾ കാണുന്നതാണ്. ഇപ്പോഴേ ഈ കേട്ട സംസാരത്തോടെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാനും, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതിനുമുള്ള അവസരമാണ്. ഇപ്പോഴേ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവസരം ലഭിക്കുന്നതായിരിക്കും. രാജു ഫിലിപ്പ് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാം. താങ്ക് യു വിൽസൺ സാർ. ഇപ്പം വൈകിയാണ് എനിക്ക് കയറാൻ പറ്റിയത്. കാരണം ഇന്നൊരു വിവാഹത്തിൻ്റെ രാത്രിയിലൊരു വിവാഹം ഉണ്ടായിരുന്നു. വിവാഹത്തിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കയറിയപ്പോൾ ലേറ്റായിപ്പോയി. സാറ് പറഞ്ഞതായ പല കാര്യങ്ങളും കേൾക്കാൻ സാധിച്ചില്ല. എങ്കിൽ പോലും ഈ പുതിയ വർഷം എങ്ങനെ നമ്മുടെ ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പറഞ്ഞു എന്ന് മനസ്സിലാക്കി. ഇവിടെ അതായത് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കണമെന്നാണ് സാറ് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. കാരണം നമ്മൾ മറ്റുള്ളവരെന്തെങ്കിലും ഇപ്പോൾ സാറ് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്ന എന്താണ് മറുപടി പറയേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് പൂർണ്ണമായി കേൾക്കാതെ കേട്ടത് പാതി കേൾക്കാത്തത് പാതി അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പലപ്പോഴും റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെസ്പോണ്ട് ചെയ്യാൻ റിയാക്ട് ചെയ്യുന്നത്. എന്നാൽ ദലൈലാമ പറഞ്ഞിരിക്കുന്നത് when you speak you are repeating only what you know, but when you are listening you learn something new എന്നാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതേസമയം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ, തീർച്ചയായും നമുക്കറിയാത്ത പല പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണെന്ന്. തീർച്ചയായും അതാണ് വേണ്ടത്. നമുക്ക് രണ്ട് ചെവി തന്നിരിക്കുന്നത് നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ കേൾക്കുകയാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സാർ പറഞ്ഞത് അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം പലപ്പോഴും നമുക്ക് പഠിക്കാൻ പലപ്പോഴും മടിയാണ്. കാരണം നമ്മൾ നമ്മൾ സ്കൂളും കോളേജിലും പഠിച്ചതിന് ശേഷം പിന്നീട് പുതിയതായ കാര്യങ്ങൾ പഠിക്കാൻ പലപ്പോഴും നമുക്ക് വൈമുഖ്യമാണ്. അത് തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ മനസ്സെപ്പോഴും ഓപ്പണായിരിക്കണം. പുതിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും ഓപ്പണായിരിക്കണം. തീർച്ചയായിട്ടും വളരെ സാങ്കത്യമുള്ള വളരെയധികം നല്ല കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. ഈ പുതിയ വർഷത്തിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന സമയത്ത് തീർച്ചയായും ഈ കാര്യങ്ങൾ വളരെയധികം നമുക്ക് മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഈ പുതിയ വർഷം പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അത് പിന്നീട് അത് നടപ്പിലാക്കുവാനായിട്ട് പലപ്പോഴും നമ്മൾ നടപ്പിലാക്കാറില്ല. പറഞ്ഞെങ്കിൽ ആദ്യത്തെ ചില ദിവസങ്ങളിലൊക്കെയാണ് നടപ്പിലാക്കുക. പിന്നീട് ഇനി അടുത്ത വർഷത്തിലിട്ട് ഇനി അടുത്ത വർഷമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റിവെക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇടയ്ക്ക് നിന്ന് പോയാൽ തന്നെ പിന്നെയും നമ്മൾ തുടർന്ന് പോകേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ പുതിയ വർഷത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും അത് പ്രാവർത്തികമാക്കാൻ മടിക്കരുതെന്ന് മാത്രം ഞാൻ ഓർപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ ഇന്നത്തെ പ്രസംഗം പൂർണ്ണമായും കേൾക്കാൻ സാധിച്ചില്ല. അതിൻ്റെ വലുതായിട്ടുള്ള ഒരു ക്ഷമാപണത്തോടു കൂടി
അല്ലെങ്കിൽ വലിയൊരു നഷ്ടത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബാക്ക് ടു വിൽസൺ സാർ. അടുത്തത് ഫിലിപ്പ് കല്ലട സാർ സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട അപ്പു സാർ സംസാരിച്ചുകൊണ്ടിരുന്ന ഓരോ വിഷയവും ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. നാം പലപ്പോഴും ജീവിതത്തിൽ നിസ്സാരമെന്ന് പറയുന്ന പല കാര്യങ്ങളും എത്ര കാര്യമായിട്ട് നാം എടുക്കണമെന്നുള്ള കാര്യം ഇന്ന് മനസ്സിലായിരിക്കുന്നു. ഒരു പ്രശ്നമുള്ളത്, നാം പ്രത്യേകിച്ച് മലയാളികൾക്ക് സ്നേഹം എന്തെന്നോ അത് പ്രകടിപ്പിക്കുന്നത് എന്തെന്നോ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നോ ഒന്നും കൃത്യമായിട്ട് അറിയില്ല. അതാരും പറഞ്ഞു കൊടുക്കുന്നുമില്ല. വീടുകളിൽ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ സ്കൂളിൽ അതിനൊരു സംവിധാനമില്ല, സമൂഹത്തിൽ അതിനൊരു സംവിധാനമില്ല. അങ്ങനെയുള്ള നിലയിലാണ് നാം ജീവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. എങ്ങനെ റോഡിൽ പെരുമാറണം, എങ്ങനെ പാർക്കിങ്ങിൽ പെരുമാറണം എന്നൊക്കെ ഉള്ളതൊന്നും ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. ആ റോഡ് എങ്ങനെ മുറിച്ച് കിടക്കണമെന്ന് പോലും ആരും പഠിപ്പിക്കുന്നില്ല. എന്നാൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇത് പലപ്പോഴും. മറ്റൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നാം സാറ് പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം, സ്നേഹത്തിന് നിൽക്കണം എന്നൊക്കെ പറയുമ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് നാം പലപ്പോഴും പ്രവർത്തിക്കേണ്ടി വരിക. നാം ഉദ്ദേശിക്കുന്നതിൻ്റെ നേരെ വിപരീത ഫലം നമുക്കുണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ക്രിസ്മസ് കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാർ അതിനൊരിക്കലും പറഞ്ഞാൽ നന്നായിരിക്കും. നാം ഉദ്ദേശിക്കുന്നതിൻ്റെ നേരെ വിപരീതമായിട്ട് സമൂഹത്തിലെ മറ്റുള്ളവർ നാം സ്നേഹിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ പെരുമാറുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കണം എന്നുള്ള കാര്യം ഒന്ന് വിശദമാക്കിയാൽ നന്നായിരിക്കും. മറ്റു കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ തീർച്ചയായിട്ടും നാം പഠിക്കേണ്ടത് തന്നെയാണ്. പുതിയ വർഷത്തിൽ അതിനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കണം. പ്രായം അതിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. താങ്ക് യു. അപ്പു സാറിന് ഇപ്പോൾ സംസാരിക്കാം. ഒരു കരണത്തിലടിച്ച മറ്റേ കരണം ഇവിടെ കാണിച്ചു കൊടുക്കണമെന്നാ പറഞ്ഞത്. കേൾക്കുന്നില്ലേ? കേൾക്കാം. അപ്പം നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, കമ്മ്യൂണൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ട്. അതിനെ നമ്മള് സാറി പറഞ്ഞതുപോലെ അപ്പൊ എങ്ങനെ പ്രതികരിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും വയലന്റ് ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും, അതാ ഞാൻ പറയാം, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ സ്നേഹത്തോടെ അവരെ വെറുക്കാതാണ് പ്രവർത്തിച്ചു, പെരുമാറി കാണിച്ചു. അപ്പൊ നമ്മുടെ താഴ്മയും പിന്നെയും ഒക്കെ കൊണ്ട് ഈ ആരെയും തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധിക്കുമായിരുന്നു, പക്ഷെ ഇന്നത്തെ കാലത്ത് മാറി മാറി വരുന്നു. അതെ, മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഭയന്നോടുകയോ ചലഞ്ച് ചെയ്യുകയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഒരു സ്നേഹത്തോടെ എല്ലാവരെയും ട്രൈ ടു അക്കോമഡേറ്റ് എവരിവൺ ആൻഡ് അഡാപ്റ്റ് ടു ദ ന്യൂ ഗിവൺ സിറ്റുവേഷൻ. അഡാപ്റ്റബിലിറ്റിയാണ് ഇപ്പൊ ലോകത്തിലെ ഐക്യൂലും ഇന്റലിജൻ കോഷ്യന്റിന് ഇക്യു, ഇമോഷണൽ കോഷ്യന്റ് വന്നു. ഇപ്പൊ ജോലിയൊക്കെ ലഭിക്കുന്നതിന് മൾട്ടിനാഷണൽ കമ്പനീസ് അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ് ആണ്, AQ. അപ്പൊ 40% AQ, IQയും EQയും 30% വെച്ചാണ് ഇപ്പൊ കമ്പനികൾ. ഞാൻ റീസെന്റ് ആയിട്ട് അതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയൻ ഫോർ ഗെറ്റിംഗ് എ ന്യൂ എംപ്ലോയ്മെന്റ് ആസ് വെൽ ആസ് ലിവിംഗ് ഇൻ ദിസ് വേൾഡ് വിത്ത് പീസ്. ഇത് തിയറി പറയാൻ ആളാ ഞാൻ പറഞ്ഞത്. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. I think it is clear to you. Thank you. Okay, thank you, sir. നല്ല ക്വസ്റ്റ്യൻ. അടുത്തത് മിസ്റ്റർ ലാലു പെരുമാൾ എബ്രഹാം. ഞാൻ ഈ ജോസഫ് സാർ പറഞ്ഞതിനോട് വളരെ യോജിക്കുന്നു. എൻ്റെ ഒബ്സർവേഷൻ ഞാൻ ചിലത് പറയാം. അതായത് ഞാൻ വെളിയിൽ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് നാളുണ്ടായിരുന്നു, വെളിയിൽ പോയി. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ മലയാളികളുടെ ഒരു ഡ്രോബാക്ക്. അതായത് രണ്ടുപേരെ കണ്ടാൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ
വളരെ പ്രയാസമാണ്. കൊടുത്താൽ തന്നെ അതിനൊരു സ്ട്രോങ് അല്ല, മനസ്സിലാവും. എന്നാൽ അതുപോലെ ഒരു 4 പേര് നിന്നാൽ 2 പേര് നമുക്കറിയുന്നത് അവർക്ക് കൊടുക്കുകയുള്ളൂ, ബാക്കിയുള്ളവർക്ക് കൊടുക്കില്ല. പക്ഷേ ഇത് ഞാൻ കണ്ടത് നോർത്ത് ഇന്ത്യൻസും പാകിസ്ഥാനികളും അറബികളും ആണെങ്കിൽ അവരാര് നിന്നാലും അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. അത് നമുക്കെന്തോ ഒരു ഇൻട്രോവേർട്ട്, നമുക്കെന്തോ അവരെ കൊടുത്ത എന്തോ കുറവാണ്. അതുപോലെ 2 മലയാളികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊരു വാക്കില്ല, എന്തുകൊണ്ട് വിശേഷം. അതായത് ഇത് അറബികൾ പറയും സലാം അലൈക്കും, അത് ഞങ്ങളുടെ മാനേജറാണെങ്കിലും പറയും. അത് നോർത്ത് ഇന്ത്യക്കാണെങ്കിൽ ജയ് ശ്രീമാം, ജയ് ശ്രീറാം എന്നോ എന്തെങ്കിലും പറയും. പിന്നെ നമ്മുടെ സഭയിൽ ഒരു സഭ ഉണ്ടല്ലോ, ബന്ധിക്കോസുകാരാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. പക്ഷേ നമുക്ക് മർദ്ദമക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് പറയാൻ അങ്ങനെ ഒരു വാക്കില്ല. നമ്മൾ മറ്റുള്ളവരെ ഇപ്പോഴാണ് കുറച്ചൊക്കെ കൈ കൊണ്ട് ഒന്ന് പൊക്കി കാണിക്കുന്നു, ഒന്ന് ചിരിച്ച് കാണിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഒരു പോരായ്മയാണ്. അതുകൊണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര ഏതോ ഒരു രാജ്യത്ത് പോയപ്പോൾ പറഞ്ഞത്, മലയാളികൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എഡ്യൂക്കേറ്റഡ് ആദിവാസികളാണെന്ന് മാത്രമാണെന്ന് ആരെ കുറിച്ച് പറഞ്ഞത്, മലയാളികളെ കുറിച്ച്. കാര്യം നമ്മൾ അത്രേ ആയിട്ടുള്ളൂ. ഇപ്പം പിന്നെ കുറച്ചൊക്കെ വ്യത്യാസം വന്നു. അതുപോലെ ഒരു വ്ളോഗർ ഒരു പാകിസ്ഥാനിൽ പോയാൽ അവർക്ക് കൊടുക്കുന്ന സ്വീകരണം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പോയ വ്ളോഗറെ പോലും അവരെത്ര ഇതാണ്, എത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കൺട്രീസിൽ പോയാൽ പോലും അവരെ സ്വീകരിക്കുന്നത് വളരെ നമ്മുടെ ഒരു പെരുമാറ്റമാണ്. ഞാൻ എന്നെ ഉൾപ്പെടെയാണ് പറയുന്നത്. അത് ഒരു വ്യത്യാസമാണ് നമ്മുടെ. പിന്നെ അതുപോലെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ തിക്കി തിരക്കി കയറും. പക്ഷേ പലരും ഞാൻ നോക്കിയാൽ കാണാം, പലരും കൈ കഴുകാതാണ് പോയി ഭക്ഷണം കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞ് ഭയങ്കര കഴുകുക. ഇതുള്ള ഈ നമ്മളെ കോവിഡ് പഠിപ്പിച്ചത് എന്താണ്, വൃത്തി ഉണ്ടായിരിക്കണമെന്ന്. പക്ഷെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഇതെല്ലാം അകത്താക്കിയിട്ടാണ് പിന്നെ പോയി കൈ കഴുകുന്നത്. നമുക്ക് അതൊരു എന്തോ ഒരു ധൃതി പോലെ, അതവിടെ പരിചയപ്പെടാനൊന്നും നോക്കുന്നില്ല. പുതിയ ആൾക്കാർ, ഞാൻ ഈയിടെ അടുത്ത സമയത്താണ് പുതിയ ഗ്രൂപ്പുകളിലൊക്കെ പോകാൻ തുടങ്ങിയത്. അന്നേരം മനസ്സിലായി പുതിയ ഗ്രൂപ്പിൽ പോയാലേ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാവുള്ളൂ. ഞാൻ പക്ഷെങ്കിൽ ലേറ്റായി പോയി, കാരണം എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാര്യം എപ്പോഴും ഒരു പുതിയ ഗ്രൂപ്പിൽ പോയി ആൾക്കാരുണ്ട്. അതുപോലെ ഈ പള്ളിയിലെ കാര്യം പറഞ്ഞ് വളരെ ക്ലിയറാണ്. ഞാനൊരു പർട്ടിക്കുലർ സ്ഥാനത്തായിരിക്കും. ഞാൻ ഇനി അടുത്ത ദിവസം തൊട്ടൊന്ന് മാറിയിരിക്കാൻ നോക്കും. നമുക്ക് ആ ഹാബിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, ഞാൻ ഈ അടുത്ത സമയത്ത് സ്പാനിഷിൻ്റെ കുറച്ച് പഠിക്കാൻ ശ്രമിച്ചു. കുറച്ചാൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം പുതിയൊരു ലാംഗ്വേജ് പഠിക്കാൻ തോന്നി. കാരണം അവരുടെ സംസ്കാരം നമുക്ക് മനസ്സിലാവും. ഗ്രാഷിയാസ്, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ചില വേർഡ്സൊക്കെ ഞാൻ പഠിച്ചായിരുന്നു. അതുപോലെ നമ്മൾ ചില ഹാബിറ്റ് ചേഞ്ച്. ഞാൻ ഈ അടുത്ത 10-30 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ക്രിസ്മസിന് 2 പടക്കം പൊട്ടിച്ചു, 2 പൂത്തിരി കത്തിച്ചു. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിൽ അതൊന്നുകൂടെ ഒന്ന് കാണിക്കണമെന്ന്. ഞാൻ എന്നും ഓർക്കും, ഈ വർഷം വേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അസുഖം കാണും, അങ്ങനെ എന്തെങ്കിലും പ്രയാസം വരുന്നോട് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നോണ്ടിരുന്നു. ഞാൻ ഈ പ്രാവശ്യം എന്ത് വന്നാലും തിരിഞ്ഞു. എൻ്റെ ഫാദറിലോ ഇപ്പം അതായത് പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. എന്നിട്ട് പോലും അതായത് പുള്ളി ഇച്ചിരി പ്രയാസം വന്നു, ഇപ്പം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് വന്നാലും തീരുമാനിച്ച പുള്ളിയുടെ മുമ്പിൽ 2 പടക്കം പൊട്ടിച്ച് കാണിക്കണം, 2 ഫയർ വർക്ക്സ് ചെയ്ത് കാണിക്കണം. കാര്യം ഞാൻ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ, ചെറുപ്പത്തെ കാലത്ത് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയ ഹാബിറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് നല്ലതായിരിക്കും. അതുപോലെ ഈ ഫ്യൂണറലിൻ്റെ കാര്യം പറഞ്ഞത് ശരിയാണ്. ഇത്രയും വലിയ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ശബ്ദമലിനീകരണം വേണ്ടിക്കൊണ്ട് പോകേണ്ട യാതൊരു കാര്യവുമില്ല. ഇതെന്താണ് ഇത്ര അറിയിക്കുന്നത്? അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള ബഹളം ഉണ്ടാകും. ഇത്രയും പാട്ടും പാടും എന്നും ഈ മെയിൻ റോഡിൻ്റെ സൈഡിലാണ്, എന്നും ഇത് കേൾക്കാം. ഇതൊരു നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. അത് പിന്നെ രണ്ടാമത്തെ കാര്യം ശബ്ദ മലിനീകരണം. യാതൊരു ആവശ്യമില്ല ഇത്രയും. നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്, മറ്റേ ആരും ചെയ്യാറില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മലയാളികൾ പഠിച്ച് ഇരിക്കണം. ഇതൊക്കെ ഉൾപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. അതുകൂടെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അഭിപ്രായം മതിയാക്കുന്നു. ഓക്കെ, താങ്ക്സ്. അപ്പു സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അതിനോട് ചേർത്ത്. അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ലാലു പെരുമാൾ എബ്രഹാം സാർ പറഞ്ഞത്. നമ്മൾ ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും ബേസിക്കലി നമ്മുടെ ഇൻട്രോവേർട്സ് ആണ്. അത് സാറ് പറഞ്ഞത് ശരിയാണ്. പിന്നെ ഒരു പുതിയ ഗ്രൂപ്പിൽ പോയി നമുക്ക് മിങ്കിൾ ചെയ്യാനായിട്ട് വിഷമമാണ്. നമ്മള് മറ്റ് ക്രോസ് കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിന് നമുക്ക് റിലക്റ്റൻസ്. നമ്മുടെ ബോംബെയിലാണെങ്കിൽ വിൽസണൊക്കെ 80% ഫ്രണ്ട്സും മലയാളീസ് ആണോ? അല്ല സാറേ, ഞാന് ഞങ്ങളുടെ ONGC പുറത്താ ഞാൻ പറഞ്ഞത് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരെ നോൺ മലയാളീസ് ഉണ്ട്. വെരി ഗുഡ്. ഞാൻ പറഞ്ഞു വരുന്നത്, നോർമലി നമ്മളുടെ ആ ചെറിയ കമ്മ്യൂണിറ്റിയിൽ ഒതുങ്ങി നിൽക്കാൻ
നമ്മൾ മറ്റുള്ളവരുടെ അവരോട് പോകുമ്പോഴാണ് അവിടെ മനസ്സിലാകുന്നത്. വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലാകും, മറ്റ് കൾച്ചറുള്ളവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഉണ്ട്. അടുത്തത് തോമസ് കെ പോൾ. സാറേ നമസ്കാരം. സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് കേട്ടു. എങ്കിലും രണ്ട് കാര്യങ്ങളിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പ് രേഖപ്പെടുത്താനുണ്ട്. ഒന്ന്, കല്യാണങ്ങൾക്കുണ്ടാവുന്ന ഒച്ചകളുടെയും ബഹളത്തിൻ്റെയും കാര്യം പറഞ്ഞു. രണ്ട്, മരണസമയത്തുണ്ടാവുന്ന ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റും. ഈ രണ്ട് കാര്യങ്ങളും കാലഘട്ടം മാറുന്നതിനനുസരിച്ചുള്ള ഒരു ചേഞ്ചാണ് എന്ന് ഉൾക്കൊള്ളാനാണ് എനിക്ക് ആഗ്രഹം. കാരണം വിവാഹ സൽക്കാരങ്ങളാണെങ്കിലും വിവാഹ രീതികളാണെങ്കിലും കാലങ്ങൾക്കനുസരിച്ച് പല ചേഞ്ചസ്. എനിക്കൊന്നും സാറിൻ്റെ ചെറുപ്പത്തിലുള്ള രീതി ആയിരിക്കില്ല സാറിൻ്റെ യുവത്വത്തിലുണ്ടായ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായി നമ്മുടെ മക്കളോ കൊച്ചുമക്കളാകുമ്പോഴത്തേനും വ്യത്യാസങ്ങൾ പിന്നെയും വരുന്നു. അപ്പോൾ ആ ചേഞ്ച് നമ്മൾ ഉൾക്കൊള്ളേണ്ടതല്ലേ? ഞാനത് എൻജോയ് ചെയ്യുന്ന ആളാണ്. അതായത് കല്യാണത്തിന് പാട്ടും ഡാൻസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനത് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഒന്ന്. രണ്ട്, മരണത്തെ സംബന്ധിച്ച് ഈ തമിഴ്നാട്ടിലൊക്കെ മരണം ആഘോഷമായിട്ട് ചെണ്ട കൊട്ടിയാണ് പോകുന്നത്. ഒരു നമ്മൾ ബൈബിൾ പറയുന്ന പോലെ 70 അല്ലെങ്കിൽ 80, 70 80 വയസ്സ് കഴിഞ്ഞ് ഒരു സുഖമരണമാണ് എന്നുണ്ടെങ്കിൽ അതിനെ സന്തോഷത്തോടെ യാത്രയാക്കുക എന്നുള്ളതാണ് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്ന തത്വം. അതായത് ദൈവം തന്ന ആയുസ് സന്തോഷത്തോടെ പൂർത്തീകരിച്ചു, മക്കളെ ബന്ധുക്കളെല്ലാം ചേർന്ന് സന്തോഷത്തോടെ യാത്രയാക്കുക എന്നൊരു കൺസെപ്റ്റാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് ആ രീതിയിൽ അത് ചെയ്യുന്നതിൽ തെറ്റില്ല, അത് നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ബാക്കി സാറ് പറഞ്ഞ കാര്യങ്ങൾ ഈ പള്ളിയിൽ ഇരിക്കുന്നതൊക്കെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞു കൃത്യ സ്ഥലത്ത് നമ്മൾ പോയിരിക്കുള്ളൂ. അത് ഞാനും ഇപ്പം സാറ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, മാറ്റണമെന്ന് ഞാൻ തീരുമാനിച്ചു. അത് കറക്റ്റാണ്. പിന്നെ പഠിക്കാനുള്ളതും പുതിയ പുതിയ പഠനങ്ങൾ കറക്റ്റാണ്. അതും പഠിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചാലേ പറ്റുള്ളൂ. നേരത്തെ പഠിച്ചതുപോലെയല്ല. അപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫാദറിന് റേഡിയോ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയായിരുന്നു, എനിക്ക് ടേപ്പ് റെക്കോർഡർ ഓപ്പറേറ്റ് ചെയ്യാനായിരുന്നു, എൻ്റെ മകന് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. കൊച്ചുമോളായപ്പോഴത്തേനും ഫോണിൻ്റെ എല്ലാ സാധനവും അവളെ എല്ലാവരെക്കാളും ഭംഗിയായിട്ട് ഇളയ മോള് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ചേഞ്ചസ് കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അത് ഇപ്പോൾ എനിക്കത് പഠിക്കണമെന്ന് ഇച്ചിരി എഫേർട്ട് എടുത്താലേ നടക്കുള്ളൂ. വിൽസൺ സാറ് പറഞ്ഞ പോലെ എഫേർട്ട് എടുക്കാതെ ഇതൊന്നും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിന് നമ്മൾ മനഃപൂർവ്വം ശ്രമിച്ചേ പറ്റുള്ളൂ. ഇതാണ് സാർ എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. താങ്ക് യു. ഞാൻ പറഞ്ഞത് മാരേജസിൽ നമുക്കുണ്ടാകുന്ന വാല്യൂസ് ഹോൾഡ് ചെയ്യുന്നതിനകത്തുള്ള ഒരു ചേഞ്ചാണ് ഞാൻ പറഞ്ഞത്. അത് ചേഞ്ചസ് ലോകത്തിൽ എല്ലായിടത്തും വരുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് വന്നേക്കുന്നതിനകത്ത് ഒരു കല്യാണത്തിനൊക്കെ പോയാല് ഒരു വാല്യൂസിൽ താഴേക്ക് പോകുന്നുണ്ടോ സാറേ? വാല്യൂസിൽ താഴേക്ക് ഈ അതിന്റെ സറൗണ്ടിങ്സ് ആഘോഷങ്ങൾ കൂടി എന്നുള്ള വാല്യൂസ് താഴേക്ക് പോകുന്നുണ്ടോ? എനിക്ക് സംശയമാണ്. ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നു. എനിക്കത് തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെ. അത് നമ്മുടെ പെർസെപ്ഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യാം സാർ. തോമസ് കെ പോൾ സാർ പറഞ്ഞ ബേസ്ഡ് ഓൺ യുവർ പെർസെപ്ഷൻസ്, ബിലീഫ്സ് ആൻഡ് യുവർ ലേണിംഗ്. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലായി കാണുന്നത്. നമ്മള് ചെറുപ്പം, ഞാൻ കുറച്ചുകൂടെ സാറിനേക്കാളും ഒരു 10-20 വയസ്സെങ്കിലും മൂത്തായിരുന്നു. അതാണ് സാർ, അതാണ്. സി, അപ്പൊ എന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കല്യാണം മാക്സിമം ആർഭാടത്തിന്. പക്ഷെ അതൊന്നുമല്ല ഇപ്പോഴത്തെ. ഞാൻ 30 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ച ആളാണ്. അതൊന്നുമല്ല ഇപ്പൊ നടക്കുന്നത്. സാർ എനിക്ക് വന്ന് സാറ് ഒരു 50 കൊല്ലം മുമ്പിലും കല്യാണം കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 40 കൊല്ലത്തിന് മുമ്പിലും കഴിച്ചിട്ടുണ്ടാവും. ആ രീതി അല്ല എന്റെ കല്യാണത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഭയങ്കര ഡിഫറൻസ് ആണ്. ഞാൻ അതിന്റെ എക്സ്ട്രാവഗൻസ് പാർട്ട് അല്ല ഞാൻ പറഞ്ഞത്, ദൈവ സാന്നിധ്യത്തിന്റെ കുറവുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതും ഞാൻ സാറേ ഐ എം ഡൗട്ട്. എനിക്ക് അതിന്റെ ദ്രവമുണ്ട്. കാരണം നമ്മൾ ഉൾക്കൊണ്ട ദൈവസങ്കല്പം ആവണമെന്നില്ല നമ്മളുടെ. അത് ശരി, അതും പറഞ്ഞത് ശരിയാണ്. അപ്പൊ അതുകൊണ്ട് അവരത് പിന്നാക്കം പോകുന്ന ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അത് അവരുടെ പുതിയ തലമുറയോട് കൂടെ ചേർന്ന് പോയി അതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പഠനോടെ നമ്മൾ നടത്തുന്ന എന്റെ ചിന്ത. പറഞ്ഞില്ലേ, മറ്റേ ChatGPT സാറ് പഠിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ പോലെ പുതിയ കല്യാണത്തിന്റെ നന്മകളെയും പുതിയ മരണങ്ങളുടെ ആഘോഷങ്ങളെയും ആ ആഘോഷത്തിന്റെ എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആഘോഷം നമുക്ക് പങ്കുചേരാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിന് ഡിഫർ ചെയ്യുന്നില്ല. കാരണം ഞാൻ എന്റെ ഒരു പഠനമായതിനോട്ടോ സാറേ ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞത്. ഇല്ല, അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മള് എന്തുകൊണ്ട് നമ്മളുടെ കുട്ടികൾ ഇപ്പോൾ ഒരു 40 വയസ്സ് താഴെയുള്ള ആളുകൾ പള്ളിയിൽ വരുന്നില്ല എന്നുള്ളൊരു സാധനം.
നമ്മുടെ കുഴപ്പമാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ വാല്യൂസിനകത്ത് ഒരു വാല്യൂ ഡൈല്യൂഷൻ വന്നിട്ടുണ്ട്. അതാണ് എന്റെ റീസൺ, ആണ് എന്റെ ഫൈൻഡിങ്. ഐ മേ ബി റോങ്. ഞാൻ വലിയൊരു അവിടെയാണ് ഈ പറഞ്ഞ നമ്മൾ കാണുന്ന പോർഷനിലല്ല നമ്മുടെ കുട്ടികൾ കാണുന്ന വാല്യൂ സെയിം ആണ്, പക്ഷെ നമ്മളുടെ കണ്ണിലല്ല അവർ കാണുന്നത്, വേറൊരു രീതിയിലാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാല്യൂ സെയിം ആണ്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണ്ടേ. ജോർജ് ജോനൻ സാറിന്റെ ഒരു അഭിപ്രായം ഞാൻ വളരെ പ്രതീക്ഷിക്കുന്നുണ്ട്. സാറ് പറയട്ടെ. ഓക്കെ വിൽസൺ. ഒരാളൊരു ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യനല്ല, ഒരു അഭിപ്രായം എഴുതിയിട്ടുണ്ട്. അതല്പം പ്രസക്തമായതുകൊണ്ട് ആള് താല്പര്യപ്പെടുന്നെങ്കിൽ വായിക്കാം. അദ്ദേഹത്തിന് വായിക്കാൻ ഒരവസരം കൊടുക്കുകയാണ്. സാംസങ് SM എന്ന് പറയുന്ന ആളാണ്. അല്ലെ ഞാൻ തന്നെ വായിക്കാം. നമ്മുടെ ഇടയിൽ ഒരു കർണം കൂടെ കാട്ടിയാൽ പിന്നെ മരണമായിരിക്കും അവസാനം. അതുകൊണ്ട് ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണ് ഇന്നത്തെ തലമുറയിൽ നല്ലത്. ക്രിസ്തു ജീവിച്ചപ്പോഴത്തെ നിലപാടൊന്നും അല്ല ഇന്നത്തെ മനുഷ്യർക്ക്. അതിനെപ്പറ്റി ജോസഫ് ചാക്കോ അപ്പു സാറിന് വല്ലതും പറയാനുണ്ടോ? എനിക്കത് മനസ്സിലായില്ല. നമ്മുടെ ഇടയിൽ അത് ചോദിച്ച ആള് നമ്മുടെ ഇവിടെ ആക്റ്റീവ് മെമ്പർ സിനിയാണ്. സിനി തന്നെ അത് പറയട്ടെ. സാറേ, ഞാനത് ഉദ്ദേശിച്ചതേ ക്രിസ്തുവിന്റെ കാലത്ത് ക്രിസ്തു പഠിപ്പിച്ചതൊക്കെ നമ്മളെ ഒരാള് വലത്തെ കർണം അടിച്ചാല് ഇടത്തെ കർണം കൂടെ കാണിച്ചു കൊടുക്കണം എന്നല്ലേ? അപ്പം അതാണ് സാറും വന്നപ്പോ പറഞ്ഞു ഒരു മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കണമെന്ന്. എന്നാല് ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ഒരു ഇടയില് നമ്മൾ ഈ കർണം കാണിച്ചു കൊടുക്കാൻ പോയാൽ മിക്കവാറും തല്ലുകൊണ്ട് ചത്തുപോകും. അതുകൊണ്ട് ഒഴിഞ്ഞു മാറി അങ്ങ് ജീവിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഉദ്ദേശിച്ചത്. അത് അന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമയാണ് അതിന്റെ, പേഷ്യൻസ് ആണ് അതിന്റെ ബേസിക് എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഈ ക്ഷമ കാണുന്നതേ ഭയങ്കര വീക്ക്നെസ് ആയിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് സാറേ നമ്മൾ നിലനിൽക്കുന്നേ, അല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴേ. നമ്മൾ ക്ഷമ കാണിക്കുന്നതെന്ന് പറയാൻ നമ്മുടെ കഴിവില്ലായ്മയായിട്ട് കാണിക്കുന്നു. നമ്മള് റെസ്പോണ്ട് ചെയ്യേണ്ടടുത്ത് റെസ്പോണ്ട് ചെയ്യുകയും ആക്ഷൻ എടുക്കേണ്ടടുത്ത് ആക്ഷൻ എടുക്കുകയും ചെയ്യണം എന്നുള്ളതല്ലേ ശരിക്കും വേണ്ടത്? അത് എല്ലാവരും റെസ്പോണ്ട് ചെയ്യത്തില്ല. നമുക്ക് പല രീതിയിൽ, നമ്മുടെ ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയത്തില്ല, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ഹാംഫുള്ളാ. അത് ആ പോസിറ്റീവ് നോട്ടിൽ അത് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ, അതാ ഞാൻ ആ റിലേഷൻഷിപ്പിനെ പറ്റി ഞാൻ സ്ലൈറ്റായിട്ട് ഞാൻ റെസ്പോണ്ട് പറഞ്ഞായിരുന്നു ഞാൻ അതിനെപ്പറ്റി. അതായത് നമ്മള് പോസിറ്റീവ് നോട്ടിൽ പറയണം. നമ്മളിപ്പം അത് എതിർപ്പായിട്ട് ചലഞ്ച് ചെയ്യുകയൊക്കെ ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ഈ റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആവുന്നത്. അപ്പൊ ഇത് പല രീതിയിൽ വരും. ഇതിപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഒഫീഷ്യൽ, പേഴ്സണൽ, ഫാമിലിയിലെല്ലാം ഇതേ ഇഷ്യൂസ് ഉണ്ടാകും. അതിന്റെ തോതും അതിന്റെ ഇമ്പോർട്ടൻസിനും വേരിയേഷനും വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ അഡാപ്റ്റബിലിറ്റി ഒരു വലിയൊരു ഫാക്ടറാണ്. Given situation, how best we can adapt to manage others. നമുക്ക് അതിനുവേണ്ടി നമ്മൾ സ്വയം ഈൽഡ് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ മാഡം പറഞ്ഞതിന്റെ വിട്ട് അതൊരു വീക്ക്നെസ് ആയിട്ട് തോന്നുന്ന ആളുകളും ഉണ്ടാവും. ഓക്കെ, എനിവേ താങ്ക് യു. നല്ല ചിന്തയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാറിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, സാറ് സംസാരിച്ചപ്പോഴ് സാറ് ആദ്യം ഒത്തിരി നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളെ പറ്റി, നമ്മളൊരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞു. അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ.
സാർ അവസാനിപ്പിക്കുന്ന സമയത്ത് സാറ് മറ്റൊരാശയമല്ല, ഇന്ന് വളരെ പ്രസക്തമായ ഒരു വിഷയം സാർ ഒടുവിൽ പറഞ്ഞു. നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഗ്രാൻഡ് ചിൽഡ്രൻസിന് വേണ്ടി, എന്നാൽ നമുക്ക് വേണ്ടി ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നൊരു ആശയം. അപ്പോഴേ സത്യമാണ്, ഞാൻ ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്ന ആള്. പക്ഷെ അത് പറയുമ്പോൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടിയ പല കർത്തവ്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇവിടെ നമ്മൾ 22 വയസ്സായാലും 25 വയസ്സായാലും 30 വയസ്സായാലും മക്കളുടെ കാര്യം നോക്കും, കൊച്ചുമക്കളുടെ കാര്യം നോക്കും, ഗ്രാൻഡ് പേരന്റിങ് ചെയ്യും. പക്ഷെ മറ്റ് ഡെവലപ്ഡ് കൺട്രീസിലൊന്നും അവര് ഒരു 18 വയസ്സൊക്കെ ആയി പിന്നെ അവർ വീട്ടിൽ നിന്ന് പോയി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഓവർഡൂ ചെയ്തിട്ട് ഒരു 75 വയസ്സായപ്പം ഞാൻ എന്റെ ജീവിതം ജീവിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം വരരുത്. അന്നേരം ചിലപ്പോൾ ഈ നോക്കിയ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒന്നും നമ്മളെ നോക്കാൻ സമയം കാണത്തില്ല. അവർ വേറെ രാജ്യത്തായിരിക്കും, വേറെ മേഖലയിലായിരിക്കും, വേറെ രീതിയിലായിരിക്കും അവരുടെ ചിന്തകൾ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വി ഡു ജസ്റ്റിസ് ടു അവർ സെൽഫ്. നമ്മളുടെ ഹെൽത്തും നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾക്ക് അത്യാവശ്യം എന്റർടൈൻമെന്റ് വേണം, കുറച്ച് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുക, നമ്മൾക്ക് സന്തോഷം ഉളവാക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യണം. പ്രവർത്തിക്കാതിരുന്നിട്ട് എനിക്കത് കഴിഞ്ഞില്ലോ. ലോകത്തിൽ നടന്നൊരു പഠനത്തില് മരിക്കാറായവരുടെ ഏറ്റവും വലിയ ദുഃഖം എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ജീവിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധത്തോടുകൂടിയാണ് പലരും മരിക്കുന്നത്. മനസ്സിലായി, വലിയൊരു പഠനം ഓസ്ട്രേലിയയിലും മറ്റും നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ജീവിതം നമുക്ക് ദൈവം തന്നേക്കുന്നത് യു ആർ സ്ട്രോങ് ഇനഫ് ടു ലിവ് ഇറ്റ്. ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വെല്ലുവിളിക്കാനായിട്ടും അതിനെ നേരിടാനുള്ള കരുത്തുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ജീവിതം തന്നേക്കുന്നത്. അത് നമ്മൾ ജീവിക്കാതെ നമ്മൾ 75-80 വയസ്സ് വരെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് ആരും നോക്കാതെ ഓൾഡ് ഏജ് ഹോമിൽ പോയി കിടക്കുമ്പോൾ ചിലപ്പോൾ ദുഃഖം വരും. വിൽസനായോണ്ട് അങ്ങനെ പറഞ്ഞത്. ഹലോ വിൽസൺ. ഹലോ. ഓക്കെ, എനിക്ക് രണ്ടു വശം അറിയാം. കാര്യം വിദേശ രാജ്യങ്ങളിലൊക്കെ മനുഷ്യരെ ഓരോ കാലഘട്ടത്തിൽ അവരെ സ്വയം പര്യാപ്തമാക്കി മാറ്റും, കുഞ്ഞുങ്ങളെയൊക്കെ. നമ്മളെ ജീവിതകാലം മുഴുവനും കുഞ്ഞുങ്ങളായിട്ട് കരുതി നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്ന അവസ്ഥയുണ്ട്. അതിന്റെ മറുവശവും ചില കാര്യങ്ങളിലൊക്കെ കൊച്ചുമക്കളെ നോക്കേണ്ട സമയത്ത് നോക്കേണ്ടതും ആവശ്യമുണ്ട്. എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. എന്നാലും നമ്മൾ ജീവിക്കാൻ മറന്നു പോവുകയും കുറ്റബോധം ഉണ്ടാവുകയും ഞാൻ ജീവിച്ചില്ലല്ലോ എന്ന വാർദ്ധക്യത്തിൽ ചിന്തിക്കാനും ഇടയാക്കാതെ പ്രവർത്തിക്കണമെന്നുള്ള അഭിപ്രായം എനിക്കുമുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. പറഞ്ഞോ തീർച്ചയായിട്ടും. അതായത് സ്വീഡനില് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള് ജോലിക്ക് അപേക്ഷിക്കണം അവരുടെ സമ്മർ വെക്കേഷനിൽ. അവര് 3 ജോലിക്ക് അപേക്ഷിക്കണം. ഇന്റർവ്യൂ ചെയ്തിട്ട് അവർ ജോലിക്ക് ജോയിൻ ചെയ്യും. കുറെ ദിവസം അവിടെ ജോലി ചെയ്യും. ആ ജോലി ചെയ്തതിന് അവർക്ക് ശമ്പളം കൊടുക്കും. ആ ശമ്പളത്തിന് ഇൻകം ടാക്സ് കൊടുക്കും. ഇന്റർവ്യൂ എല്ലാം പാസ്സായിട്ട് ചെയ്യും. അപ്പൊ അത് 8ാം ക്ലാസ്സിലാണ്. നോർവേയിലാണെങ്കിൽ, തൊട്ടടുത്ത രാജ്യമായ നോർവേയിലാണെങ്കിൽ 6ാം ക്ലാസ്സിൽ വെച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് MBA കഴിഞ്ഞ ഒരാളിന് ഒരു ഇന്റർവ്യൂവിന് പോകുന്ന കാര്യമോ ഒരു CV പ്രിപ്പറേഷനോ അറിയാൻ വയ്യാതെ വരുന്നു. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയും. അറിയത്തില്ല. എൻ്റെ ഇവിടെ ധാരാളം ആളുകൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ബാങ്കിലൊക്കെ ജോലിക്ക് വന്ന് ജോലി ടെസ്റ്റ് എഴുതിയൊക്കെ പാസ്സാക്കി. പക്ഷെ ബേസിക് ആയിട്ട് ഒരു കാര്യങ്ങളും അറിയാതെ പിന്നെ നമ്മൾ ഓൺ ദ ജോബിലാണ് പഠിക്കുന്നത്. മറ്റേ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചാണ് വരുന്നത്. ആ വ്യത്യാസം. നമ്മുടെ എഡ്യൂക്കേഷൻ വളരെ റോട്ടൺ ആണ്, ഒബ്സലീറ്റ് ആണ്, കാലഹരണപ്പെട്ട വിദ്യാഭ്യാസമാണ്. നമ്മുടെ കേരളത്തിലെ +2ന്റെ സിലബസ് എനിക്ക് വന്ന് കഴിഞ്ഞ 10-12 വർഷമായിട്ട് അത് സിലബസ് റിവൈസ് ചെയ്തിട്ടില്ല. അപ്പൊ ആ രീതി നമ്മൾ ഒരിക്കലും ജോലി എക്സിസ്റ്റ് ചെയ്യാത്ത ജോലിക്ക് വേണ്ടി നമ്മളിപ്പോ MBAയും എഞ്ചിനീയറിങ്ങും എല്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാത്തൊരു ജോലിക്ക് വേണ്ടി ആളുകളെ പഠിപ്പിക്കുന്നു. അവർക്ക് ജോലി കിട്ടാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇവർ ഈ MBA പഠിച്ച് പാസ്സായി വരുമ്പോഴത്തേക്ക്
ഇതല്ല സിറ്റുവേഷൻ. ഇപ്പൊ ഇന്ന് 15,000 ടൂൾ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്, 11,000 സജീവമായിട്ടുള്ളതുണ്ട്. അപ്പൊ അത് പഠിക്കേണ്ട കാലത്ത് ഇപ്പൊ ഈ MBA പോകുന്നതിന് പകരം ഒരു 3 മാസം ഇന്റർനെറ്റിൽ സജീവമായിട്ടിരുന്നാൽ നിങ്ങൾക്ക് MBA മുകളിൽ ആ രീതിയിൽ പഠനത്തിൽ ഇപ്പം +2 കഴിഞ്ഞിട്ട് കോളേജിൽ പോകാതെ ആളുകൾ ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡിനകത്തൊക്കെ കുറച്ച് വ്യത്യാസം വരേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടല്ല ഞാൻ, എന്നാൽ ഇതിങ്ങനത്തെ നമ്മുടെ ഇവിടെ MBA കഴിഞ്ഞിട്ട് ജോലിക്ക് അപേക്ഷിക്കാൻ നോക്കുന്നവർ 6ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും വിദേശ രാജ്യങ്ങളിൽ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അവരുടെ നല്ല ഇന്റർവ്യൂ, അവരുടെ വീഡിയോ ഉണ്ട്. ഞാൻ വിൽസൺ അതിന്റെ ലിങ്ക് ഇട്ട് വരാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് നമ്മുടെ മീറ്റിംഗിന്റെ സമാപനത്തിലേക്ക് പ്രവേശിക്കാം. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. വോട്ട് ഓഫ് താങ്ക്സിന് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ രാജു GM സാറിനോട് സമാപന പ്രാർത്ഥന ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് രാജു അഞ്ചേരി അച്ഛന് ആശീർവാദം പറയണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ബിജു P. ജോർജ് സാറ് ലൈറ്റർ ടു ലൈറ്ററിന്റെ അഡ്മിന്മാരിൽ ഒരാളാണ്. അദ്ദേഹമാണ് ഇന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത്. അദ്ദേഹം സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ വിരമിച്ചു. മറ്റു സുവിശേഷ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അനവധി വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിനാണ്. നമ്മുടെയും വളരെ സജീവമായ ഒരു അഡ്മിൻ കൂടിയാണ്. ബഹുമാനപ്പെട്ട ബിജു P. ജോർജ് സാറിനെ ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ് രാജു GM സാറ് പ്രാർത്ഥിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വർഷത്തിന്റെ അവസാന സമയത്ത് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു നമ്മുടെ ഈ വെബിനാർ. 284ാമത്തെ വെബിനാർ. ആ വെബിനാറിൽ നമുക്ക് എന്തും കൊണ്ടും പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ചില വിലയിരുത്തലുകളും പുതിയ തീരുമാനങ്ങളും ഒക്കെ എടുക്കാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയ ഒരു വെബിനാർ ആയിരുന്നല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് അപ്രകാരം ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. ഈ 284ാമത്തെ വെബിനാർ ആയിരുന്നു. ഇതിന്റെ ആരംഭം ആങ്കർ ചെയ്തത് നമ്മുടെ അഡ്മിന്മാരിൽ ഒരാളായ ബെന്നി പരിമണം സാറാണ്. സാറാണ് ഇതിന്റെ സാങ്കേതിക വശങ്ങളൊക്കെ ചെയ്തു തരുന്നത്. സാറിനോടുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. തുടക്കത്തിൽ നമുക്ക് പാട്ട് നമ്മുടെ ഒരു പ്രധാന ഒരു ഐറ്റം ആണല്ലോ. അതിന് കഴിവുള്ളവർ ഓരോ നമ്മുടെ വെബിനാറിലും ഏറ്റവും കഴിവുള്ളവർ അല്ലെങ്കിൽ നല്ല പാട്ടും ആയിട്ടൊക്കെ കടന്നു വരാറുണ്ട്. ഇന്നത്തെ പാട്ട് എനിക്ക് ഏറ്റവും അധികം ഹൃദ്യമായിട്ട് തോന്നി. കാരണം ഈ പുതിയ കാലഘട്ടത്തിന്റെ ഒരു സംഗീതം, ഒരു ശൈലി, ഒരു വരികൾ ഒക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആലാപനമൊക്കെ ഉണ്ടായിരുന്നു. അപ്രകാരം പാട്ട് പാടി നമ്മളെ ഈ സെക്ഷൻ അനുകൃതമാക്കിയ സക്രിയ മാത്യു സാറിനോടുള്ള നന്ദി ഹൃദയംഗമായിട്ട് അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് സൂസന്ന സാജൻ ആന്റി ആണല്ലോ. പ്രിയ മാഡത്തോടുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇത് സ്വാഗതവും മോഡറേറ്ററും ആയിട്ട് പ്രവർത്തിച്ചിരുന്നത് വിൽസൺ സാറാണ്. വിൽസൺ സാറാണ് ഈ ഗ്രൂപ്പിന്റെ ഈ പഠന ഗ്രൂപ്പിന്റെ എല്ലാം ഞങ്ങളൊക്കെ പേരിന് ഇങ്ങനെ ഇരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. സാറാണ് ഇതിന്റെ എല്ലാം. അപ്പം എന്തുമാത്രം അധ്വാനം അതിന്റെ പിന്നിലുണ്ട്. ഓരോ പ്രാവശ്യവും ഇത് മുടങ്ങാതെ ആൾക്കാരെ കണ്ടെത്തുകയും അത് തക്ക സമയത്ത് അതിന് വേണ്ടുന്ന ഗ്രാഫ് വർക്കുകളൊക്കെ ചെയ്ത് എന്തുമാത്രം അധ്വാനമുണ്ട്. ഓരോരുത്തരെ വിളിക്കണം, അവരുടെ ഡീറ്റെയിൽ കിട്ടണം. ചിലപ്പോൾ അവസാന നിമിഷമായിരിക്കും ആ വ്യക്തി ചിലപ്പോൾ കിട്ടാതെ പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അടുത്ത ആളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അന്നേരം വീണ്ടും അതേപോലെ തന്നെ ഓരോന്നും ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പൊ അതെല്ലാം വളരെ കൃത്യമായിട്ട് ഇതുവരെ മുടങ്ങാതൊക്കെ സാറ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാറിനോടുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദിയും അറിയിക്കുന്നു. കൂടുതൽ പുതിയ വർഷത്തിൽ കൂടുതൽ കരുത്തോടെ ഈ ഒരു ക്ലാസിന്റെ ഒക്കെ വെളിച്ചത്തിൽ പുതിയ നന്മയോടുകൂടി പ്രവർത്തിക്കാനൊക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് മുഖ്യ പ്രഭാഷണം അപ്പു സാറായിരുന്നല്ലോ, അപ്പു ജോസഫ് ചാക്കോ സാറിന്റെ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു മെസ്സേജ്, ഒരു മോട്ടിവേഷൻ ആയിരുന്നു നമുക്ക് തന്നത്. കരുതൽ വേണം, സ്നേഹം വേണം, റെസ്പെക്റ്റ് വേണം. ഇതൊക്കെ നമുക്ക് പറയുന്നെങ്കിലും പലപ്പോഴും നമ്മൾ പ്രാവർത്തികമാക്കാതെ ഒക്കെ പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, നമുക്ക് ചില മൂല്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ചിലപ്പോൾ ജീവിക്കാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഓടിയിട്ട് അവസാനം നമുക്ക് ഒരു കുറ്റബോധത്തോടു കൂടി ചിലപ്പോൾ ജീവിതം അവസാനിക്കുന്ന ഒരു ഘട്ടമൊക്കെ കടന്നു വരുന്നു. ഇതെല്ലാം നമുക്കറിയാമെങ്കിലും പിന്നെയും ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ഒരു തിരിഞ്ഞു നോട്ടത്തിനൊക്കെ കാര്യമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട്, പുതിയ അറിവുകൾ നേടുവാനായിട്ട്, അവസരങ്ങളെ നന്നായി ഉപയോഗിക്കാൻ, ശബ്ദമൊക്കെ ദയയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്തണമെന്നൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ സാറിലൂടെ ഒക്കെ കേൾക്കുവാനും തുടർന്ന് ചർച്ചയിലൂടെയും പിന്നെ അതിനോട് ആഡ് ചെയ്യുവാനായിട്ടൊക്കെ സാറിന് സഹായിച്ചല്ലോ. അതിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനോട് ചേർന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു കർണത്ത് അടിക്കുന്നത് മറ്റേ കർണവിടെ കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. പക്ഷെ ഞാനത് മനസ്സിലാക്കുന്നത് ഈ ആക്ഷരികമായിട്ട് അതിനെ എടുക്കേണ്ട കാര്യം ഈ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വന്നതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ സമാധാനം ഇതല്ല, ഞാൻ തീ തന്നെ ഇറക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ഏത് തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്? ഒരു കർണത്ത് അടിക്കുന്ന മറ്റേ കർണോടെ കാണിച്ചു കൊടുക്കുക, നേരെ നിന്ന് കാണിച്ചു കൊടുക്കുകയാണോ? അപ്പോൾ നമ്മളുടെ നിലപാടുകളെ എപ്രകാരമാണ് ആ ഒരു സമൂഹത്തിൽ വ്യക്തമാക്കേണ്ടത് എന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ നമ്മളെ നിഷ്ക്രിയരായിട്ട് നിൽക്കേണ്ട ഒരവസ്ഥയെ പറ്റി അല്ല എന്ന് എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ ഈ സമയത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാറിനോടുള്ള ഏറ്റവും ആദരവോടുകൂടിയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രതികരിച്ചവര് ഇത് ശ്രദ്ധയോടുകൂടി ആദ്യ അവസാനം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത ബഹുമാനപ്പെട്ടവരുണ്ട്. ഓരോരുത്തരുടെയും പേര് ഞാൻ പ്രത്യേകമായിട്ട് ഇപ്പോൾ പറയുന്നില്ല, സമയം അങ്ങോട്ട് അതിക്രമിച്ചുവല്ലോ. അവരോടുള്ള ഏറ്റവും നന്ദി അറിയിക്കുന്നു. ഈ ഫോറത്തിൽ പങ്കെടുക്കുകയും ഓരോ വെബിനാറിൽ പങ്കെടുക്കുകയും വേണ്ടുന്ന നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഒരു വെബിനാറിന്റെ ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ ശക്തി സ്രോതസ് എന്നൊക്കെ പറയാവുന്നത്. അതുകൊണ്ട് എല്ലാവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. അവസാന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സാറ്, പിന്നെ അഞ്ജലി അച്ഛൻ, ഇവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. GM രാജു സാറ് പ്രാർത്ഥിക്കാനായിട്ട് സാറിനെ ക്ഷണിക്കുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയത്തിനെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2025 അവസാന വെബിനാറിലേക്ക് കർത്താവെ അടിയങ്ങൾക്ക് പങ്കെടുക്കുവാനായിട്ട് അടിയങ്ങളെ കൊണ്ടുവന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മനോഹരമായ ഒരു പ്രഭാഷണം കേൾക്കുവാൻ കർത്താവെ നീ സാഹചര്യങ്ങളെ അനുകൂലമാക്കി തന്നുവല്ലോ. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം എങ്ങനെ അനുഗ്രഹകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് പ്രിയപ്പെട്ട ജോസഫ് ചാക്കോ സാറിലൂടെ കേട്ട പ്രഭാഷണം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നീ ഇടയാക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ അനേകം വീഴ്ചകൾ, കുറവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. കർത്താവെ, ചെറുതെങ്കിലും അതൊക്കെയും ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം സാറിനെ എടുത്ത് ഉപയോഗിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതിനനുസൃതമായി ജീവിപ്പാൻ, ലോകത്ത് ദൈവരാജ്യം സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളിൽ അടിയങ്ങൾക്കും പങ്കുചേരുവാൻ കർത്താവെ നീ ഞങ്ങളെല്ലാം സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു.
കുറവുകളുണ്ട് കർത്താവെ, ബലഹീനരാണ് കർത്താവെ. എങ്കിലും കർത്താവെ, ഞങ്ങളുടെ കുറവുകൾ ബലഹീനതകൾ കണക്കിടാതെ നീ അടിയങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ നല്ല സാക്ഷികളായി ഈ ലോകത്ത് ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ എല്ലാം സഹായിക്കുമാറാണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ വെബിനാറിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും തിരുക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട വിൽസസാറിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദീർഘനാളായി കർത്താവെ, ഒരു ആഴ്ച പോലും മുടങ്ങാതെ ഈ വെബിനാർ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നിന്റെ മകനെ നീ എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓരോ ആഴ്ചയിലും കടന്നു വന്ന് അടിയങ്ങൾക്ക് നല്ല ദൂതുകൾ നൽകി തരുന്ന പ്രിയപ്പെട്ട ഏവരോടും കർത്താവെ, ഞങ്ങൾ നന്ദിയുള്ളവരാണ് കർത്താവെ. അവരെങ്കിലും കർത്താവെ നീ എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവര്, മറ്റ് പങ്കെടുക്കുന്നവര്, തലവണക്കിരിക്കുന്ന മക്കളെ എല്ലാവരെയും കർത്താവെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എന്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവെ നീ കൂടെ ഉണ്ടായിരിക്കുമാറാണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, 2026 പുതുവർഷം അടിയങ്ങൾക്ക് നീ നൽകുന്നുവെങ്കിൽ കർത്താവെ, നിന്റെ നല്ല സാക്ഷിയായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവരാജ്യ പ്രവർത്തനത്തിൽ അടിയങ്ങളും പങ്കാളികളായി തീരാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാം ഒരുക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കൃപയെ ഞങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കണമേ. ആവശ്യങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. സകലതും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടിയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.